എൻ്റെ അടുത്ത് വരുമ്പോൾ ചിരിക്കാൻ എന്താണെന്ന് അറിയില്ല. അയാളുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇയാൾ എന്തൊരു നെഗറ്റീവ് ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. കംപ്ലീറ്റ്ലി നെഗറ്റീവ്, പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. പക്ഷെ അയാൾ ഇന്ന് മൂപ്പരെന്നെ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ സത്യം പറഞ്ഞാൽ അയാളോട് ഞാൻ 1 കോടി ചോദിച്ചാൽ അയാൾ എനിക്ക് തരും. ആ ഒരു ലെവലിലാണ്. നമ്മൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പാത്തിലായിരിക്കാം ചിലപ്പോൾ നമുക്കുള്ള ട്രഷർ എന്ന് പറയുന്നത്. രണ്ടുപേരും ഫൈനലി ഇപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് കോച്ചാണ്. നമ്മളുടെ ഉള്ളിലൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ ആ ഒരു കംഫർട്ടിൽ ഇരുന്നിട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണില്ല. ബാക്കി ഇപ്പം എനിക്കിങ്ങനെ തോന്നാണ് ഒരു എനർജി ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുള്ള ട്രോമാസ് ആയിരിക്കാം, ഓക്കെ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള. പിന്നെ ഇപ്പം ഇത് ചെയ്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഹരം. നല്ല രസം. നമ്മൾ തന്നെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടമാണ്. അന്ന് രാത്രി മൂപ്പരെന്ത് ചെയ്തു, ഈ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തിങ്ങാട്ട് പോസ്റ്റ് ചെയ്തു. ഞാനിത് അറിഞ്ഞിട്ടില്ല. മോർണിംഗ് ആയ സമയത്ത് 9 o'clock ആയ ടൈമിന് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് ഈ ലൈക്കും ഇതൊക്കെ ഇത് എന്താ അതിൻ്റെ ഞാൻ വിചാരിച്ചു എൻ്റെ മോനെങ്ങാനും മാറിങ്ങാട്ട് എന്തെങ്കിലും വീഡിയോസ് ഇട്ടിങ്ങാട്ട് വിളിക്കാണെന്ന് വിചാരിച്ച് ഭയങ്കര ആ സീനായി വിചാരിച്ചു. ഞാനിത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭയങ്കര ഇത്. അപ്പം നോക്കുന്ന സമയത്ത് എൻ്റെ ആ ഒരു വീഡിയോക്ക് 10K വ്യൂവേഴ്സായി. 9 മണിയായപ്പോൾ രാത്രി 12 മണിക്ക് എങ്ങാനാണ് അവൻ ഇട്ടത്. 9 മണി 10K വ്യൂസ് ആയി. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ഇത് അതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് നമ്മളത് ലെറ്റ് ഇറ്റ് ഗോ ആക്കണം. നമുക്കത് കിട്ടിയാലും പ്രശ്നമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കിട്ടിയാൽ നമുക്ക് സന്തോഷം, കിട്ടിയിട്ടില്ലെങ്കിൽ അതും നല്ലതിന്, അത്രേ ഉള്ളൂ. ആ ഒരു സമയത്താണ് എനിക്ക് ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിലൊരു സംഭവം ചില ആളുകൾക്ക് പലപ്പോഴും അവരുള്ള കുറച്ച് ആളുകളൊക്കെ ഇല്ല, ഈ ലോകം മൊത്തം എനിക്കെതിരെയാണ്. അവരുടെ വേൾഡ് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി, അവരുടെ സർക്കിൾ, കോവർക്സ്, കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും വിചാരിക്കൽ എങ്ങനെയായിരുന്നു, സപ്പോർട്ട് വേണം, സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ട്. എൻ്റെ സംസാരം കൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് വരുന്ന രീതിയിലേക്ക് മാറി. കാരണം ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഒന്നാമതാണ് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കാരണം നമ്മളിൽ വർക്ക് ചെയ്ത് നമ്മൾ റിസൾട്ട് കണ്ടെത്തിയ ഒരു സാധനമാണ്. അപ്പൊ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് അവിടെ ഇതെന്തായാലും അവരിൽ ചേഞ്ച് വരും എന്നുള്ളൊരു സാധനം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബീയിങ് എ കോച്ച് അതാണെങ്കിൽ പോലും എനിക്കറിയാം, ലുലുവിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. വേറെ ആരോ തലയിൽ കോച്ച് ആയിട്ടുള്ള അവാർഡ് പിടിച്ചു നിൽക്കുന്നതിന് തല വെട്ടി ഒട്ടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. So how much do you think manifestation works for you? Hi everyone, welcome back to yet another episode of our coaching insights. ഇന്ന് നമ്മുടെ ഇൻസൈറ്റ്സിൽ വന്നിട്ടുള്ള 2 സ്പെഷ്യൽ ഗസ്റ്റുകളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും റിലേഷൻഷിപ്പ് കോച്ചാണ്. അപ്പം റിലേഷൻഷിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നിങ്ങൾക്ക് തരാനാണ് വന്നിട്ടുള്ളത് എന്ന് പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ നോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദെയർ ജേർണി ആൻഡ് ദെയർ എക്സ്പീരിയൻസ് റിഗാർഡിംഗ് കോച്ചിങ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് കോച്ച് ലുലു ബിസ്ന ആൻഡ് കോച്ച് ഷഹന ഫാസിൽ. താങ്ക് യു. സോ ഷഹന, ലുലു, ഹൗ ഇസ് ലൈഫ് ഗോയിങ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നല്ലൊരു കോച്ചിങ് ലൈഫും അതേപോലെ തന്നെ ലൈഫും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലുലു സുഖം സുന്ദരം. അപ്പോൾ ബിഗ് കമ്മിങ് ടു യുവർ കോച്ചിങ് ജേർണി, നമ്മൾ പലപ്പോഴായിട്ട് ടോക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പല ലൈഫ് സ്റ്റോറീസും സംഭവങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കേൾക്കലുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇടയിലും 2 വലിയ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ 2 പേരെയും ഇവിടെ വന്ന് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഞാനും ആലോചിക്കുന്ന 2 പേരും റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. അപ്പോൾ ദാറ്റ് ലുക്സ് ലൈക്ക് എ വെരി നൈസ് കോമ്പിനേഷൻ. അപ്പം കമ്മിങ് ടു യുവർ ജേർണി, ഷഹന ഓൾറെഡി ഒരു പെർട്ടിക്കുലർ ഡിഗ്രി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നാണ് പിന്നീട് കോച്ചിങ് എന്നുള്ളതിനെ കരിയറാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഹൗ വാസ് യുവർ ജേർണി ഫ്രം ലൈക്ക് ആ സ്റ്റുഡൻറ് ലൈഫിൽ നിന്ന് കോച്ചിങ്ങിലേക്കുള്ളതിൻ്റെ ജേർണി എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി സ്റ്റുഡൻസ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ റെമഡിയൽ ടീച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെമഡിയൽ ഒരു 6 ഇയേഴ്സോളം അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങൾ, അതായത് എൻ്റെ റിലേഷൻഷിപ്പിൽ തന്നെയാണ് മെയിനായിട്ട് പ്രോബ്ലംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഒരു കോച്ചിങ്ങിലേക്ക് എത്തിയത്. അതായത് എന്നെ തേടി വന്നതാണ്, ഞാനും എൻ്റെ ലൈഫിലേക്ക് ഒരു ചേഞ്ചസിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ആ ഒരു കോച്ചിങ്ങിലൂടെ എനിക്ക് എന്നെ തന്നെയാണ് ഫസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി എന്നിലൊരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായതിനു ശേഷമാണ് ഞാൻ കോച്ചിങ് ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിനൊരു പ്രൊഫഷനായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുള്ളത്. അതുവരെ ഞാൻ റെമഡിയിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ
കിട്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, അത് കംപ്ലീറ്റ്ലി നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നമ്മൾ ചേഞ്ചസ് ആവുന്ന സമയത്ത് ഇത് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു ലൈഫ്, നല്ലൊരു ബെറ്റർ ലൈഫ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു ലൈഫ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് പിന്നെ അവർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ. പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഞാൻ എന്നെ തേടി വന്നതായിരുന്നു, അവിടെ നിന്നാണ് പിന്നെ കോച്ച് ആയെന്നുള്ളത്. എന്നെ തേടി വന്ന് പിന്നെ പതിയെ പലർക്കും ഒരു സൊല്യൂഷൻ കൊടുക്കാനുള്ള ഭാഗത്തിലേക്ക്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് ലുലു, ഹൗ വാസ് യുവർ ജേർണി ഫ്രം, എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞ് വേറെ പല പ്രൊഫഷണൽ ബേസിസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിനിടയ്ക്കാണ് കോച്ചിങ് എന്നുള്ളതിനെ ചൂസ് ചെയ്തെത്തിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് വേണമെന്നുള്ളതിനേക്കാളും നമ്മൾ ഇനീഷ്യൽ ലെവൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കോച്ച് ആവണം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ലുലു എത്തിയിട്ടുള്ളത്. സോ ഹൗ വാസ് ദാറ്റ് ജേർണി ഫോർ യു? ആ ഒരു ജേണി ഞാൻ ഒരിക്കലും ഒരു കോച്ചാവണം എന്ന് വിചാരിച്ച ഒരാളേ ആയിരുന്നില്ല. ഇപ്പോൾ ഷാന പറഞ്ഞ പോലെ കറക്റ്റ് നമ്മൾ എനിക്കറിയില്ല ഷാനായിരുന്നു ഇന്നിവിടെ വരാന്നുള്ളത്. കറക്റ്റ് ഞാൻ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം എന്നിൽ വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്പ് കോച്ച് ആവണം എന്ന് തീരുമാനിച്ചത്. ഓക്കെ, ഞാൻ അനുഭവിച്ച പോലെ ഇത്തരം പ്രശ്നങ്ങൾ ബാക്കിയുള്ളവർ അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പം അന്ന് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടെ, അതായത് ഇപ്പം നമ്മൾ ഒരു 10th പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരുന്നു. ഡോക്ടർ അന്ന് ഞാനെൻ്റെ കൈച്ചെയിനൊക്കെ വിറ്റിട്ട്, അതായത് ഒരു ഗോൾഡൊക്കെ കൊടുത്തിട്ടാണ് ഡോക്ടർ ആവണം എന്ന് MBBS ജോയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ +2 കഴിഞ്ഞ് 10th ഫുൾ A+ ഒക്കെ കിട്ടി. 10th +2 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര പിന്നെ വീട്ടിൽ നിന്നും പ്രഷർ, എല്ലായിടത്തു നിന്നും പ്രഷർ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ വെച്ചാൽ ഭയങ്കര ഒരു ഡിസൈനർ, എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് ഡ്രോ ചെയ്യും. അപ്പം ഡ്രോയിങ് ഫീൽഡിൽ എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ NID, NIFT, UCD ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ചെയ്ത് ഇതൊക്കെ പൊട്ടി പിന്നെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ്. അപ്പം എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതെൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് ഇങ്ങനെ അഡീക്കാക്കിപ്പോയി ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അതിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളെ മറന്നിട്ടാണ് മറ്റൊരാളെ അതിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് പോവാണ്. അപ്പോൾ അതിന്ന് ആ ഒരു സംഭവം ഞാൻ എന്നെ ഡിറ്റാച്ച്ഡ് ആക്കിയ സമയത്താണ് ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ GC ജോയിൻ ചെയ്ത് അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ പിന്നെ അതേപോലെ എനിക്ക് ആളുകളോട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോട് കുറേ നേരം സംസാരിക്കുക, ഓരോ കഥകൾ കേൾക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നില്ല ഇതാണ് എൻ്റെ ഒരു ഫീൽഡ് തോന്നുന്നു, ഇതുവഴി ഒന്ന് പോയി നോക്കാന്നുള്ള രീതിക്കാണ് ഇങ്ങനെ എത്തുന്നത്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ സോർട്ട് ചെയ്തത് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് പാഠങ്ങളിൽ നിന്നാണ്. അങ്ങനെ പിന്നെ ഫൈനലി ഒരു കോച്ചായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകളിൽ ഇതുപോലെ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഷാന പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ്. അപ്പം ഒരു കൺക്ലൂഷൻ പോയിന്റ് ഉണ്ടാവുമല്ലോ, ദിസ് ഇസ് മൈ ഏരിയ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പലരും കോച്ചായി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ദിസ് ഇസ് മൈ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കോർ ഏരിയനെ ഫൈൻഡ് ചെയ്യാൻ പലരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നിങ്ങളെപ്പോലത്തെ വളരെ യങ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള കോച്ചസ് വന്നിട്ട് ദിസ് ഇസ് ആർ ഏരിയ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അതിൽ ഒരുപാട് മാജിക്കൽ ചേഞ്ചസും റിസൾട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ദാറ്റ്സ് സംതിങ് റിയലി ഗ്രേറ്റ്. പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വലിയൊരു പോയിന്റാണത്. അപ്പോൾ അവിടുന്ന് ഏത് മൊമെൻറ്റിലാണ് നിങ്ങൾക്ക് ദിസ് ഇസ് മൈ ഏരിയ എന്ന് പറയുന്ന കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്? ആൻഡ് ഒബ്വിയസ്ലി ഈ പ്രോസസ്സ് ഒരുപാട് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ചെറിയ കാര്യമൊന്നുമില്ല, ലോങ് ടേമിലേക്ക് എൻ്റെ ഏരിയ ഇതാണെന്ന് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുമ്പോൾ ദാറ്റ്സ് ഒബ്വിയസ്ലി എ ലോങ് ജേർണി. സോ അത്തരം ഒരു ജേർണിയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൺഫ്യൂഷൻസിനൊക്കെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു? ആൻഡ് ഹൗ വാസ് ദാറ്റ് ജേർണി ഫോർ യു ബോത്ത്? ആദ്യം ലെറ്റ്സ് ബിഗിൻ വിത്ത് യു. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ നിശയെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഏത് ഫീൽഡ് ഞാൻ ഏത് രീതിയിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുക്കും എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് റെമഡി വെച്ച് തന്നെ, അതെൻ്റെ പ്രൊഫഷനാണല്ലോ, ഓൾറെഡി പ്രൊഫഷനാണ്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ കോച്ചിങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങനെ ശ്രമിച്ചു. റെമഡി വിത്ത് മൈൻഡ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ പാരൻറ്റിങ് കോച്ചിങ് ചെയ്തു. അതിലും പാരൻസിൻ്റെ അടുത്ത് ആക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു 100% ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തോ മടി പിടിച്ചിരിക്കുക, അത് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളൊരു ലെവൽ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഒരു 3 ഇയേഴ്സോളായി നമ്മൾ കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ. അപ്പോൾ അത്രയും ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട്
റിസ്ക് എടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമാണ് ഞാൻ ഇത്തരം, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ എന്നിൽ തന്നെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ റിലേഷൻഷിപ്പിൻ്റെത് 100% ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ പാർട്ട് ഇങ്ങനെ റെഡിയായി വരുമായിരുന്നു. ആഫ്റ്റർ ഒരു ടൈം ഉണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഗൈഡിൻ്റെ മുന്നിൽ പോയി കരഞ്ഞൊരു ദിവസമുണ്ട്. കംപ്ലീറ്റ്ലി ഞാൻ ആഗ്രഹിച്ചത് എന്താണോ, എന്ത് ആഗ്രഹിച്ചിട്ടാണോ ഞാൻ GCയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എത്തിയൊരു നിമിഷം ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്കപ്പോഴാണ് കറക്റ്റ് ഒരു പോയിന്റ് മനസ്സിലായിട്ടുള്ളത്, എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചതുപോലെയുള്ള അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത്. കാരണം എനിക്ക് അപ്പോഴാണ് കംപ്ലീറ്റ് അത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാനിത് കൊടുത്തു നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ എന്നിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അവിടെ ഒരു ഇത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഇത് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. പക്ഷേ കറക്റ്റ് ആ ഒരു സൊല്യൂഷൻ എന്നിലേക്ക് വന്നു. ഞാനവിടെ ഹാപ്പിയായി, ഞാനവിടെ ഫ്രീ ആയി, മൈൻഡ് ഫ്രീ ആയതിനു ശേഷം ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ആസ് എ റിലേഷൻഷിപ്പ്, അതായത് ഞാൻ ഏർലി മാരീഡ് കഴിഞ്ഞിട്ടുള്ള, അതായത് മാരേജ് കഴിഞ്ഞിട്ട് ഒരു 1 to 5 ഇയേഴ്സിൻ്റെ ഇടയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ട്. എൻ്റെ സംസാരം കൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് വരുന്ന രീതിയിലേക്ക് മാറി. കാരണം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒന്നാമതാണ് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, കാരണം നമ്മളിൽ വർക്ക് ചെയ്ത് നമ്മൾ റിസൾട്ട് കണ്ടെത്തിയ ഒരു സാധനമാണ്. അപ്പോൾ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് അവിടെ ഇതെന്തായാലും അവരിൽ ചേഞ്ച് വരും എന്നുള്ളൊരു സാധനം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് എന്നെ ഇതാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ആ സംസാരിക്കുന്ന സമയത്ത് അത് കേട്ടിട്ട് അവർക്ക് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലിലേക്ക് മാറുന്നുണ്ട്. അതാണ് കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം ഇൻസ്റ്റയിൽ ഇപ്പോൾ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റഡ് ആവുന്നുണ്ട്. അവരെന്നെ വിളിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന പ്രശ്നം ഞാൻ എന്താണോ അനുഭവിച്ചത് അതന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. പണ്ടൊക്കെ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഇതന്നെയായിരുന്നല്ലോ ഞാനും അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പം ഒരു ക്ലോസിങ് നടക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്ലയൻസിനെ നമ്മളിലേക്ക് അവർ നമ്മളിൽ നിന്ന് തന്നെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവരെന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് എനിക്കുള്ളതിനേക്കാൾ കോൺഫിഡൻസ് അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് മാറി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു നിശയെ കണ്ടെത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ. ബൈ ദ വേ, കൺഗ്രാറ്റുലേഷൻസ് ടു യുവർ റീസെന്റ് മൈൽസ്റ്റോൺ 10K ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ബേസിസിൽ എനിക്ക് തോന്നുന്നു റീസെന്റ് ആണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സംഭവം തന്നെ ആയിരിക്കണം അല്ലേ, ആളുകൾക്ക് ഒരുപാട് റിലേറ്റബിൾ ആവുന്നുണ്ടെന്നുള്ളതിന്റെ വലിയൊരു റിസൾട്ട് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനിയും മേ യു റീച്ച് ടു മോർ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. കമ്മിങ് ബാക്ക് ടു ലുലു, എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ? ഹൗ വാസ് യുവർ ജേർണി ടു ഫൈൻഡിങ് യുവർ കോർ ഏരിയ? കോർ ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഷാന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൽ ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അധികം വരുന്ന കേസസ് കംപ്ലീറ്റ്, ഇപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് സക്സസ് വിത്ത് മൈൻഡ് പവർ, ഇന്നർ ക്രാഫ്റ്റ്, ഇങ്ങനെയൊക്കെ കുറേ പേരുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സക്സസ് കോച്ച് അല്ലെങ്കിൽ ലൈഫ് കോച്ച് എന്നൊക്കെയാണ്. പക്ഷേ ഇതിലൊന്നും എനിക്കങ്ങോട്ട് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടണില്ല, അല്ലെങ്കിൽ എവിടേക്കോ സ്റ്റോപ്പായി പോവാണ്, ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഭയങ്കര അങ്ങനത്തെ കേസസ്, ഇപ്പം ഞാനത് എടുക്കണില്ല, അത് ഇനിയിപ്പം എനിക്കൊരു ബുദ്ധിമുട്ടായി പോവാണ്. ചിലപ്പോഴൊക്കെ ചിലർ വന്നിട്ട് കുറേ സമയം പറയും, പിന്നെ അവരത്രയും വേദനിച്ചിട്ട് പറയാണ് ഇങ്ങനെ സംഭവങ്ങൾ, മറ്റ് റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര വേദനിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇനി വേണ്ട, ഇത് കേട്ട് നമുക്ക് തന്നെ ഒരു പ്രഷർ എന്നുള്ള രീതിയിലാവുന്ന സമയത്ത് ഞാൻ ഓക്കെ ഇത് ഒഴിവാക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കേസസ് തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വണ്ടറാം ഇതെന്താ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ റിയലൈസ് ചെയ്യാണ്, ശരിയാണ്, ഞാൻ യൂസ് ചെയ്ത ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ആ സമയത്ത്. നമ്മളൊരു അത്തരം സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ടാവും. ഇപ്പോൾ ജേർണലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറേ സെൽഫ് ടൈം, ഇങ്ങനെയുള്ള കുറേ ടൂൾസുകളുണ്ട്. അപ്പോൾ ഞാനിത് അവർക്ക് കൊടുക്കും, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഓക്കെ ഇപ്പോൾ നല്ല റിലാക്സേഷൻ ആണ്, അല്ലെങ്കിൽ ഓക്കെ ആണ്, ഈ ഒരു രീതിയിൽ പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇതിലാണ് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത് എന്നുള്ളൊരു സംഭവം അപ്പോഴാണ് അവിടെ നിന്നാണ് കിട്ടിയത്. നമ്മൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പാത്തിലായിരിക്കാം ചിലപ്പോൾ നമുക്കുള്ള ട്രഷർ എന്ന് പറയുന്നത്. രണ്ടുപേരും ഫൈനലി ഇപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് കോച്ചാണ് ഓൾറെഡി. സോ കമ്മിങ് ബാക്ക് ടു യു, നമുക്കറിയാലോ ഇപ്പൊ സോഷ്യൽ മീഡിയ കാര്യങ്ങളെന്നൊക്കെ ഒരു സൈഡിലൂടെ പറയുമ്പോഴും ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അസറ്റുകൾ, നമുക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ പരന്ന് കിടക്കുന്നൊന്നുമില്ല. വി ആർ ഓൾ ബിൽഡിങ് തിങ്സ് അല്ലേ, ഫ്രം ദ സ്ക്രാച്ച് മുതൽക്ക് ഇഷ്ടപ്പെട്ട് കോച്ചിങ്ങിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. There are a lot of people out there who are still dreaming to become a coach. അപ്പം അവർക്കൊക്കെ മുന്നിലുള്ള വലിയൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിനപ്പം ഞാൻ കോച്ചായി ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളത് പലർക്കും ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ അവിടെയാണ് നിങ്ങളെ പോലത്തെ ആളുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് നമുക്ക് ഇതേപോലെ ഒരു ജേർണി കാര്യങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കോറായിട്ട് ഇപ്പം ലെറ്റ്സ് സേ അബൌട്ട് ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം ഒന്നും നമ്മുടെ മുന്നിൽ റെഡി ആയിട്ട് നിൽക്കുന്നില്ല. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു അത്തരം ഒരു ഫേസിനെ ലൈക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹൗ ഡു യു സ്റ്റിൽ ഹാൻഡിൽ ടു മാനേജ്? അതൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് തുടങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ വരും, അത് ഷുവറാ. നമുക്ക് എന്താണോ നമ്മളെ കയ്യിൽ ഇപ്പം ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, ബാക്കിയൊക്കെ താനെ വരും. നമ്മൾ ഇപ്പോൾ കോച്ചിങ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോച്ചായി എന്ന് ഓക്കെ കോച്ച് എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടും, പക്ഷെ അതിൽ വർക്ക് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആളുകളിലേക്ക് എത്തണം. ഞാൻ എൻ്റെ ജേണിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സറൗണ്ടിങ്സിലുള്ള എൻ്റെ വാട്സപ്പിലും എൻ്റെ കോൺടാക്ട്സിലുള്ള ആൾക്കാരിൽ മാത്രം ചുറ്റിപ്പറ്റി കറങ്ങി നിന്ന ഒരാളാണ്. അതായത് എനിക്കിപ്പോൾ ഒരു ക്ലയൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഞാൻ അങ്ങനെയായിരുന്നു ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് പറഞ്ഞത് കേട്ടിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒന്നുമാണ് കണക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആയിരുന്നു ഒരു ഇവൻ പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ടേ അല്ല, ഫസ്റ്റ് വൺ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പബ്ലിക് ഷഹന ഫാസിൽ എന്ന് പറയുന്നത് ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. എൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പോസ്റ്റേഴ്സ് ഇടും, നമ്മുടെ പ്രോഗ്രാം ഉണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ടുപോകുന്നല്ലാതെ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. അപ്പം ശരി ഇതെന്താ എൻ്റെ ഒന്നും റെഡി ആവാത്തത് എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഈ ആൾക്കാരല്ല ലോകത്തുള്ളത്, ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്, അപ്പോൾ അവരിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു. പക്ഷേ അത് എൻ്റെ ഉള്ളിൽ അത് വന്നാൽ അതുണ്ടെങ്കിലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലുണ്ടല്ലോ. നമ്മൾ ഇപ്പം പല കോച്ചസും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കുറേ കോച്ചസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും ഒരു നിധി ഉണ്ട്, പക്ഷേ ഇവർ വർക്ക് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പലർക്കും മടിയാണ് ഒരു വീഡിയോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പബ്ലിക്കിലേക്ക് ഇറങ്ങാനൊക്കെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ആളായിരുന്നു. പക്ഷെ എപ്പോഴാണോ ആ ഒരു സ്റ്റെപ്പിനെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്, എൻ്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് കാലമായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്ത് ഞാൻ വിചാരിച്ചത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാ, സംസാരിക്കാൻ കഴിയൂല, ക്യാമറനെ ഫേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആ എനിക്ക് അപ്പൊ ഞാനത് എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് അതിലും കൂടുതൽ ഇത് കിട്ടിയത്, അങ്ങനെ ആർക്കറിയില്ല എന്ന് വിചാരിച്ച് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതായത് ട്രിപ്പ് എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ജസ്റ്റ് ഒരു തോട്ടായിരുന്നു, ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെയും കൊണ്ടിട്ട് ഒരു ട്രിപ്പ് പോകുക എന്നുള്ളത്. വെറുതെ ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വെറുതെ ഒരു തോട്ട് വന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ അറിയാൻ മതി, ഷഹന ലുക്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ ജസ്റ്റ് അതെല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അവരെ ഞാൻ വെറുതെ ഫോൺ വിളിച്ചു, പക്ഷെ എന്താ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താലോ, ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരെയും കൊണ്ടിട്ട് നമുക്കൊരു ട്രിപ്പ് പോകാം, വെറുതെ ഒരു എൻജോയ് ചെയ്യുക, വേറെ ഒന്നും വേണ്ട, വെറുതെ ജസ്റ്റ് ഒരു എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, 31 ഫോൺ വെച്ചു. ഞങ്ങൾ എന്താക്കി, പിറ്റേ ദിവസം പോസ്റ്റർ അടിച്ചു. 11 മണിയായപ്പോൾ കറക്റ്റ് 11 ഞാൻ പോസ്റ്റർ ഔട്ട് ചെയ്തു. ഒരുപാട് കോൾസ് വന്നു. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്, പക്ഷേ 30 വയസ്സിന് മുകളിലുള്ള ഞങ്ങളെയും കൂടി കൂട്ടോ പ്ലീസ് 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 എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. ആ ഒരൊറ്റ ദിവസം കൊണ്ട് 50 ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു. പിന്നെ പ്രശ്നം ബസ്സായിരുന്നു. ഇത് വയനാട്ടിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്, പക്ഷേ ബസ് ആകെ 40 സീറ്റൊക്കെ ഉള്ള ബസ്സാണ് ഉള്ളത്. പിന്നെ ബസ്സിനെ 10 ആൾക്കാരെ ഞങ്ങൾ ഒഴിവാക്കി, 40 ആൾക്കാരെയും കൊണ്ടുപോയി. ജോയിൻ ചെയ്ത ആൾക്കാരെ വരെ ഒഴിവാക്കി. പക്ഷെ അതെൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഈ ഷഹനത്താൻ്റെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, അവരെ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബസ്സിന്ന് വെറുതെ ഇങ്ങനെ ബോറടിക്കണ്ടല്ലോ, ഒരുപാട് ഇങ്ങനെ പാട്ടും കളിയും ചിരിയൊക്കെ ഇടയിൽ വെറുതെ മൈക്ക് എടുത്തിട്ട് ഞാൻ ഒരു സെഷൻ കൊടുത്തു. സെഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് നോർമലി ഒരു സംസാരങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ പോലും അറിയാതെ അവന് എൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്തു. ജസ്റ്റ് വെറുതെ ഒന്ന് അവന് വെറുതെ ഫോണിലെടുത്തതാണ് എൻ്റെ ഒരു വീഡിയോ. ഞാൻ ധൈര്യത്തിൽ, കാരണം ഇത് ക്യാമറൻ്റെ മുന്നിലും അതേപോലെ പബ്ലിക്കിൽ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്, ഫസ്റ്റ് ടൈം ആയിരുന്നു എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് പുറത്തെടുക്കണമല്ലോ. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ കയറിങ്ങായിട്ട് സംസാരിച്ചതാണ്. ഫുള്ള് സ്ത്രീകളാണ്, ആ ഒരു കംഫർട്ടബിളിലാണ്, അതൊക്കെ ഉമ്മമാരെ ഒരു പ്രായത്തിലുള്ള ആൾക്കാരും. അത് സംസാരിച്ചു, അവൻ ആ വീഡിയോ എടുത്തു വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ അവസാനം അവരെ എനിക്ക് വീഡിയോസൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ആ പ്രോഗ്രാമിന് ശേഷം അന്ന് അവരെ പരിചയപ്പെട്ടു വന്നതിന് ശേഷം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് പ്രോഗ്രാം ചെയ്ത്, ഇപ്പോഴൊന്നും ഞാൻ ഈ വീഡിയോ എടുത്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തീരെ ധൈര്യമല്ല, കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല, പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ എനിക്കറിയില്ല, ഭയങ്കര മടിയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ സാറല്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ ഏൽപ്പിച്ചു. ഓക്കെ ഫൈൻ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ടില്ല. ആ ഒക്കെ ചേർന്ന് എൻ്റെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തു. ഹാൻഡിൽ ചെയ്യാൻ ഇൻസ്റ്റഗ്രാം ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അന്ന് രാത്രി
മൂപ്പരെന്ത് ചെയ്തു, ഈ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തു നിന്ന് കുറച്ച് കട്ട് ചെയ്തിങ്ങാട്ട് പോസ്റ്റ് ചെയ്തു. ഞാനിത് അറിഞ്ഞിട്ടില്ല. മോർണിംഗ് ആയ സമയത്ത് 9 o'clock ആയ ടൈമിന് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് ഈ ലൈക്കും ഇതൊക്കെ ഇത് എന്താ അതിൻ്റെ, ഞാൻ വിചാരിച്ചു എൻ്റെ മോനെങ്ങാനും മാറിങ്ങാട്ട് എന്തെങ്കിലും വീഡിയോസ് ഇട്ടിങ്ങാട്ട് വിളിക്കാണെന്ന് വിചാരിച്ച് ഭയങ്കര ആ സീനായി വിചാരിച്ചു. ഞാനിത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭയങ്കര ഇത്. അപ്പം നോക്കുന്ന സമയത്ത് എൻ്റെ ആ ഒരു വീഡിയോക്ക് 10K വ്യൂവേഴ്സായി. 9 മണിയായപ്പോൾ രാത്രി 12 മണിക്ക് എങ്ങനെയാണ് അവൻ ഇട്ടത്. 9 മണി 10K വ്യൂവേഴ്സായി. അന്ന് എനിക്ക് കാലിക്കറ്റ് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ കാലിക്കറ്റിലേക്ക് ഞാൻ വന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എന്തോ ഒരു പ്രോഗ്രാമിന് അങ്ങനെയാണ് ഞാൻ വന്നതെന്ന് തോന്നുന്നുണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പം 6 മണി എങ്ങാനും ആയിട്ടുണ്ട്. 6 മണി ആകുമ്പോഴത്തേനും 100K അടിച്ച് ഫസ്റ്റ് ഡേ 100K അടിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് അത് ഷെയർ ഒറ്റ ദിവസം കൊണ്ട് 100K അടിച്ചു. എനിക്ക് തന്നെ വണ്ടറായിപ്പോയി, ഞാനാണോ അത് പറഞ്ഞത്? കാരണം എൻ്റെ ഒരു ഇത് അറിയാതെയാണ് അവൻ എടുത്തിട്ടതും. അതിലിങ്ങോട്ട് ബൂസ്റ്റായി. കോൺഫിഡൻസ് ഉണ്ട്, സംസാരിക്കുന്നുണ്ട്, ആൾക്കാർ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് കൊടുക്കാനുള്ളത് കൊടുത്താലേ ആൾക്കാർ അറിയുള്ളൂ നിങ്ങളെ ഉള്ളിൽ സാധനം ഉണ്ട്, ഇവിടെ ഒരാളുണ്ട് എന്നുള്ളത്. അതടിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോസ് ഇടുന്നതൊക്കെ പെട്ടെന്ന് തന്നെ 500K 600K എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ പോകുന്നുണ്ട്. മിനിമം ഒരു 1 ഡേ കൊണ്ട് 10K എങ്ങനെയാലും അടിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ എന്ത് മിറാക്കിളാണ് അവിടെ സംഭവിച്ചത്? എല്ലാവരും പറയുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നിങ്ങളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം, അതേപോലെ ക്യാമറന്റെ ഫ്രണ്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അല്ലാത്തപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ ഇവർ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവര് ഭയങ്കര സംസാരിച്ചപ്പോൾ കുറേ റിലീഫ് കിട്ടി, അങ്ങനെയൊക്കെ പറയും കേട്ടോ. പക്ഷേ നമ്മൾ ക്യാമറന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയി പോവാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നുകയാണ് ഇത് പറയാൻ പറ്റില്ലേ, ചെയ്യാൻ പറ്റുമോ, നമ്മളിങ്ങനെ ഒന്ന് കൺസേൺഡ് ആയി പോവാണല്ലോ അതില്. അതെനിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മള് എന്താ പറയാ, നമ്മളുടെ ഉള്ളിലൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ ആ ഒരു കംഫർട്ടിൽ ഇരുന്നിട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണില്ല. ബാക്കി ഇപ്പം എനിക്കിങ്ങനെ തോന്നാണ് ഒരു എനർജി ഇല്ല, പിന്നെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുള്ള ട്രോമാസ് ആയിരിക്കാം, ഓക്കെ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള. പിന്നെ ഇപ്പം ഇത് ചെയ്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഹരം. നല്ല രസം, നമ്മൾ തന്നെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടമാണ്. അടിപൊളി. ഷാനൻ്റെ കമ്മിങ് ബാക്ക് ടു യു, നേരത്തെ സംസാരിച്ച സമയത്ത് ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി, നമ്മളെ പ്രസന്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ബാക്കിയുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് വീഡിയോന്റെ മുന്നിൽ ഒന്ന് വരാൻ എനിക്കും പേഴ്സണലി ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വരാനുള്ള ജേർണി എന്തായിരുന്നു? അതുപോലെ തന്നെ വാട്ട് വാസ് യുവർ കോർ പോയിന്റ് ഓഫ് ആ ഒരു സാധനം ഉണ്ടല്ലോ, വി ഷുഡ് ആക്സെപ്റ്റ് അവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിലാണ് പല മാജിക്കും സംഭവിക്കുക എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ജേർണി ആൻഡ് ദാറ്റ് ഫേസ്? സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ വൈറലായ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, എന്നെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാത്തത്, ഞാൻ ഇങ്ങനെയൊക്കെ പോസ്റ്റർ ഇട്ടിട്ട് ആരും എന്താ മൈൻഡ് ആക്കാത്തത്, എൻ്റെ പ്രോഗ്രാമിലേക്ക് ആരും വരാത്തത് എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എനിക്കറിയാം ഞാൻ നല്ലോണം സംസാരിക്കുന്ന ആൾ, ചെറുപ്പം മുതലേ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ക്യാമറ സ്റ്റേജിൻ്റെ മുകളിലൊക്കെ കയറുന്ന സമയത്ത് ഭയങ്കര ഒരു ഫിയറാണ്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു എനിക്ക് അറിയുകയും ചെയ്യും. പക്ഷെ അവിടെ എത്താനുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഞാൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പോലും അറിയാതെ അവൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കി എന്നെ ഇത്രയും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് എനിക്ക് 2 പേഴ്സണൽ മെൻറ്ററിങ് ആണ് ഒറ്റയ്ക്ക് പിന്നെ ക്ലോസ് ആയിട്ടുള്ളത്. ആ ഡേ തന്നെ. അതുവരെ പണിയില്ല, അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്കല്ല എന്നെ വേണ്ടത്, ഇവിടെ വേറെയും കുറേ ആൾക്കാർ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവർ എൻ്റെ സംസാരം കേൾക്കാനും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു എനർജി ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുള്ളൊരു മോട്ടീവായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബാക്കൗട്ടായിട്ട് നിൽക്കുന്നുണ്ട് വീഡിയോസ് ചെയ്യാനതാക്കാനൊക്കെ. അപ്പോൾ ഞാൻ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈവൻ നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിന് പുറത്തെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനവിടെ പിടിച്ച് കെട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പിടിച്ച് കെട്ടി വെക്കായിരുന്നു, എന്നെ കൊണ്ട് പറ്റൂല. കാരണം നമ്മളൊരു പ്രോഗ്രാമൊക്കെ നടത്തുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വരും എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഉള്ളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും, ഞാൻ അവിടെ പോകുന്ന സംസാരിക്കുന്നു. പക്ഷേ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും,
അങ്ങോട്ട് പോവുണ്ടാവില്ല, അങ്ങോട്ട് അനങ്ങുന്നുണ്ടാവില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ ഗൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒരു റെക്കഗ്നൈസ് ചെയ്യുക, മുന്നിൽ പോയി നിൽക്കുക, എല്ലാവരെയും ഒന്ന് ഇതാക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് തന്നെ ആരും ആക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതെന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പാർട്ട്. ഓക്കെ ആവില്ല എന്നുള്ളൊരു ഓക്കെ ആവില്ല, ഞാൻ സംസാരിച്ചാൽ ശരിയാവോ, കാരണം നമ്മൾ ബാക്കിയുള്ള ആൾക്ക് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കേട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ പറയുന്നൊക്കെ ആരോ കേൾക്കുമോ, ഞാൻ ഇങ്ങനെ കലകലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ വീഡിയോ കാരണം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ആയിട്ട് ചേഞ്ച് ആയി. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളോട് എന്താ ഷെയർ ചെയ്യാനുള്ളത്? അത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരൊറ്റ ആ നന്ദി എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. ആ ഒരു വീഡിയോയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ പൊട്ടിപ്പോയത്. പിന്നീട് അങ്ങോട്ട് ഇതിനൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഉണ്ട്. എവിടെ കയറി സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും എപ്പം വേണമെന്നുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും ഞാൻ ആവുന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ഗ്രേറ്റ്. ലുലു, കമ്മിങ് ബാക്ക് ടു യു, ഹൗ വാസ് യുവർ ജേർണി ടു ഇങ്ങനൊരു ജേർണി? സംഭവങ്ങളൊക്കെ തുടങ്ങിയ സമയത്തും ഒബ്വിയസ്ലി ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പല കാര്യങ്ങളും പെർഫെക്റ്റ് അല്ല തുടങ്ങുന്ന സമയത്ത്, പല കാര്യങ്ങൾക്കും സീറോ എന്നും അല്ല സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് കീപ്സ് ഡ്രൈവിംഗ് യു ഇൻ ദിസ് ജേർണി? ഇനി ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം, ഞാനിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്തായാലും ഇതിലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇവർ തരുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് നമ്മൾ ചോദിക്കണമെന്നല്ല, ജസ്റ്റ് ഓരിങ്ങനെ ഷെയർ ചെയ്യും നമ്മളടുത്ത്. ഇപ്പോൾ ലുലു വന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ ഭയങ്കര അടിപൊളിയായി, അങ്ങനെ ഒരു എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സാധനമാണ്. അപ്പം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട, ഇത് കൊടുത്തോണ്ടേ ഇരിക്കണം എന്നുള്ളൊരു സാധനം വരുമല്ലോ. സത്യമാണ്, എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റക്കാവുന്ന ആളാണ്, ഭയങ്കരമായിട്ട് പ്രൊക്കാസ്റ്റിനേഷനുള്ള ആളായിരുന്നു. പിന്നെ എന്താ പറയുക, ഭയങ്കര ചാലഞ്ചസും ഒക്കെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് സ്റ്റക്കാവും, പിന്നെ വീണ്ടും തുടങ്ങണമെങ്കിൽ വീണ്ടും ഒരു പുഷ് ഇങ്ങനെ വേണം, വീണ്ടും ഒന്ന് സ്റ്റക്കാവും, അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയത് ക്വിറ്റ് ചെയ്യുക, നടക്കില്ല, ഇതൊന്നും നടക്കില്ല, അതിനെക്കൊണ്ട് വയ്യത്. കാരണം നമ്മളൊരു ജേണിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പാടാണ് ഇത് എവിടെയെങ്കിലൊക്കെ എത്തിക്കാൻ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ തന്നെ, നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തെങ്കിൽ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ. അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇതൊന്ന് ഇട്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം വരും, അങ്ങനെ ഇടാൻ പറ്റില്ല. കാരണം ഇതേപോലെ നമ്മൾ സെഷന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാവില്ല, വെറുതെ നമ്മൾ അവരുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ഷെയർ ചെയ്ത് തരുന്ന ചില പോസ്റ്റുകളുണ്ട്, അവർ ഷെയർ ചെയ്ത് തരുന്ന ചില ഓഡിയോസ് ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിർത്തരുത്. ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അവർക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ വണ്ടർഫുൾ. അപ്പം നമ്മളൊരു ഓവറോൾ നമ്മളൊരു സംഭവത്തിനെ നോക്കുമ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാർട്ടുണ്ട്, ആൻ ഇൻഡിവിജ്വൽ who has all the flaws. അതിന് കൂടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അതിന് കൂടെ തന്നെ നമ്മുടെ ഫ്ലോലെസ് അല്ലാത്ത ഒരു വേർഷൻ ഉണ്ടാവും, വിച്ച് മീൻസ് എ പേഴ്സൺ വിത്ത് ദ ഫ്ലോസ്. അപ്പം നമ്മൾ ഞാൻ പലരോട് ചോദിക്കുന്ന സംഭവമാണ്, പെർഫെക്റ്റ് ആയാലേ തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും. സോ when coming back to you guys, നിങ്ങൾ obviously from the scratch ഒന്നും ഇല്ലാണ്ട് ഉള്ളത് വെച്ച് തുടങ്ങിയ രണ്ടാളുകളാണ്. അപ്പം what do you think is that one element that keeps people away from beginning? തുടങ്ങുന്നതിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തുന്ന, അറിയാം പെർഫെക്റ്റ് അല്ലാതെ വേണം തുടങ്ങാൻ, ഉള്ളത് വെച്ച് തുടങ്ങണം എന്നൊക്കെ പലർക്കും അറിയാം, ആ വിസ്ഡം ഉള്ളിലുണ്ടാവും. പക്ഷെ അപ്പോഴും അവർക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇപ്പം നേരത്തെ ഷാന പറഞ്ഞ പോലെ കോൺഫിഡൻസിന്റെ വിഷയമായിരിക്കാം, ചിലപ്പോൾ ജഡ്ജ്മെന്റൽ ഫിയർ ആയിരിക്കാം. ബട്ട് നിങ്ങൾ ആളുകളായിട്ട് ഇടപെട്ട് മനസ്സിലാക്കിയൊരു സംഭവം വെച്ച് നോക്കുമ്പം വാട്ട് ഡു യു തിങ്ക് ഇസ് ദെയർ കോർ പ്രോബ്ലം? അങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്ന് പുറത്ത് വരാൻ വേണ്ട ഒരു എലമെന്റ് നിങ്ങളുടെ ലൈഫ് വിസ്ഡത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പലപ്പോഴും എനിക്ക് തോന്നണേ ഇത് നമ്മൾ ചെയ്താൽ റെഡി ആവും എന്നുള്ളൊരു സാധനമാണ്. ഇപ്പൊ നേരത്തെ ഷാന പറഞ്ഞ പോലെ നമ്മളിത് ചെയ്താൽ നമ്മളാരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ? കാരണം ആദ്യം നമ്മളിത് ചെയ്യണ സമയത്ത് നമ്മളെ സറൗണ്ടിങ്സിലുള്ള ആളുകളെ ഇത് കാണുള്ളൂ, നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്. ഇവരാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും പോകണില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സാധനം കേട്ടോ. അവർ ഫീഡ്ബാക്ക് തരുന്ന ആളുകളുണ്ട്, അവരോട് നമ്മൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമ്മളിത് ചെയ്യും, നമുക്കറിയാം ഇത് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ളത്. പക്ഷേ അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഒരു പക്ഷെ അവരുടെ അടുത്ത് നിന്ന് കിട്ടൂലേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മളത്ര പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു സാധനമാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്
പലരും അവിടെ ഒതുങ്ങി പോണത്. ശരിക്കും അങ്ങനെ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇതിലൊരു സംഭവം ചില ആളുകൾക്ക് പലപ്പോഴും അവരുള്ള കുറച്ച് ആളുകളൊക്കെ ഇല്ല ഈ ലോകം മൊത്തം എനിക്കെതിരെയാണ് അവരുടെ വേൾഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഫാമിലി അവരുടെ സർക്കിൾ കോവർക്സ് കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും വിചാരിക്കൽ എങ്ങനെയായിരുന്നു, സപ്പോർട്ട് വേണം, സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ, ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായി കുറച്ച് മുമ്പേ പണിയെടുത്തിരുന്നെങ്കിൽ എവിടെയോ. അപ്പൊ പലർക്കും അവരുടെ വേൾഡിലുള്ള ആളുകൾ അവർക്കെതിരെ ആവുമ്പോ ഇല്ല ഈ ലോകം മൊത്തം നല്ലത്, പക്ഷെ ഈ ലോകം അവരുടെ ലോകം മാത്രമല്ല മറ്റൊരു ലോകം ഇതിന് പുറത്തുണ്ട് എന്നുള്ള റിയലൈസേഷനും കൂടി ആയിരിക്കണം പലർക്കും വേണ്ടത്. ഇത്തരത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് പണിയെടുത്ത് നോക്ക്. പിന്നെ ആ ലൈഫ് എന്ന് പറയുന്നത് അത്രക്ക് ബ്യൂട്ടിഫുൾ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ, ചിലപ്പോൾ വീഡിയോ ഇടാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഇന്ന കാര്യം ഞാൻ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത് എനിക്ക് അവർ സമ്മതിക്കും അല്ലെങ്കിൽ ഇവർ സമ്മതിക്കും, അവരൊക്കെ എന്തായിരിക്കും വിചാരിക്കുക, അങ്ങനെയൊക്കെ പലതും വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും നമുക്കത് മനസ്സിലായി. ഇപ്പം എൻ്റെ എന്തോ ഒരു ലക്ക് കാരനായിരിക്കാം അവൻ ആ വീഡിയോ എടുത്തിടാൻ തോന്നിയത്, അവൻ്റെ നല്ല മനസ്സുകൊണ്ടും ഇത് ഇട്ടു. പക്ഷെ അതിനുശേഷം വരുന്ന ഈവൻ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിലെ അനുഭവങ്ങൾ കംപ്ലീറ്റ്ലി ഒന്നുമില്ല, എന്നാൽ പോലും ഒരുപാട് അനുഭവങ്ങൾ എന്നിലൂടെ വന്നിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ളതാണ്. ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്തും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് മോളെ നീ പറയുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരും വിളിക്കും, മോളെ ഇതൊക്കെ എന്നോ പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മോള് പറയുന്നത് അത്രയും കറക്റ്റാണ്, ഇനിയും ഒരുപാട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഈവൻ നമ്മുടെയൊക്കെ ലൈഫ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്, അന്നൊന്നും ഇതൊന്നും മനസ്സിലാക്കാനോ ഇതാക്കാനോ കഴിഞ്ഞിട്ടില്ല, ജീവിതം പകുതി തീർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും ഞാൻ തന്നെ ഈവൻ എനിക്കിപ്പോൾ ഒരു മെൻറ്റി ഉണ്ട്, ഞാൻ ഒരു മെൻറ്റിങ് എടുക്കുന്നുണ്ട്. അവർക്കൊരു 45 ഏജൊക്കെ ആയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളതാണ്. റിലേഷൻഷിപ്പ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് സെറ്റിൽ ആവാൻ വൈഫ് അത്രയും അവർ അകന്നു പോയിട്ടുണ്ട്. 10 വർഷമായിട്ട് പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ലൈഫാണ്. പക്ഷെ ആ ഒരു മനുഷ്യൻ്റെ 45 ഒരുപാട് കുഞ്ഞുനാൾ മുതൽ മൂപ്പര് സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഒരു 3 മന്തിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 3 മന്ത് ഓളം എൻ്റെ പേഴ്സണൽ മെൻറ്ററിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ ആ മനുഷ്യൻ്റെ മുഖത്ത് ഈവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ചിരിക്കാൻ എന്താണെന്ന് അറിയില്ല, അയാളുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇയാൾ എന്തൊരു നെഗറ്റീവ് ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. കംപ്ലീറ്റ്ലി നെഗറ്റീവ്, പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. പക്ഷെ ഇന്ന് മൂപ്പരെന്നെ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അയാളോട് ഞാൻ 1 കോടി ചോദിച്ചാൽ അയാൾ എനിക്ക് തരും. ആ ഒരു ലെവലിലാണുള്ളത്. അത്രയും മൂപ്പര് ഹാപ്പി, ജീവിതത്തിൽ സന്തോഷിക്കാനും പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാനിപ്പോൾ റിലാക്സ്ഡ് ആണ്, മോളെ ഞാൻ ഉറങ്ങി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട്. മോളെ ഞാൻ ഇന്ന് നല്ലോണം ഉറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈവൻ നമ്മൾക്ക് അത്രയും ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നത് ഗൈഡിനെ തന്നെയാണ്. കാരണം ആ ഗൈഡ് ഇത് ഇട്ട് തന്നതാണ് എൻ്റെ ഉള്ളിലൊക്കെ. പക്ഷെ ഇത് വർക്ക് ചെയ്യാതിരുന്ന ഗൈഡിനെ ഈവൻ എപ്പോഴും ഞാൻ ഗൈഡിൻ്റെ അടുത്തേക്ക് മുന്നിൽ പോകാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഗൈഡിന്റെ മുന്നിലേക്ക് അതെ, കാരണം ഗൈഡ് നമുക്ക് ഇത്രയും തന്നിട്ട് ഒരു കുറ്റബോധം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെത് ഈവൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാനൊന്ന് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് പോകേണ്ട ഒരു ഇത് വന്ന ഹസ്ബൻഡ് രീതിയിൽ പോയതായിരുന്നു. ആ ദുബായിൽ പോയ സമയത്ത് ആസ് ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലക്ക് ഞാൻ എന്താണോ ഈ ഒരു GCയിലേക്ക് വരുന്ന സമയത്ത് ആഗ്രഹിച്ചിരുന്നത്, അത് ഈവൻ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയില്ല, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ഫ്രെയിമിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എൻ്റെ ഒരു ലോകമായിരുന്നു ആ ഒരു 2 മന്ത് വിസിറ്റിങ്ങിന് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഒരു സ്ത്രീകളിപ്പം എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണുങ്ങൾ പണിയെടുത്തിട്ട് ഈ ഉണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ നിന്ന് അതൊക്കെ മാറിയിട്ട് ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതിനേക്കാൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹസ്ബൻഡിന് ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നാട്ടിലാണ്, ഒരു 3-4 മാസമായിട്ട് നാട്ടിലാണ്, ജോബ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാനാണ് നോക്കുന്നത്. ഈവൻ മെഡിക്കൽ കാര്യങ്ങളാണെങ്കിലും കംപ്ലീറ്റ്ലി ഞാനാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര പ്രൗഡാണ്, കാരണം നീ ഈ വീട്ടിലിരുന്നോണ്ട് നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. കാരണം അന്ന് പറഞ്ഞതിന് റിഗ്രഷൻ ഉണ്ട്, എന്നെ ഇതിനൊന്നും കാര്യമല്ല, കാരണം നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കോച്ചിങ്ങൊക്കെ ചെയ്യുന്നത്, കുറേ പഠിച്ചെടുക്കുന്നത്. എന്നിട്ട് എന്നോട് ഒരുപാട് ചോദിക്കലുണ്ടായിരുന്നു, ഇതുകൊണ്ട് എന്ത് ലാഭം കിട്ടി. പക്ഷെ ഞാൻ പോലും അറിയാതെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് എൻ്റെ ചുറ്റിലുള്ള ആരും അറിയാതെ ഞാൻ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ സൈലൻസിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് പോലും ഞാൻ എന്ത് പണിയെടുക്കുന്നത് എന്ന് അറിയില്ല. അവർക്ക് അറിയില്ല എന്താണ്. കാരണം നമ്മൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ സൈലന്റ് ആയിരിക്കും.
പ്രോബ്ലംസ് ഇപ്പോൾ പബ്ലിക്കിലേക്ക് പോകരുത്, അല്ലെങ്കിൽ അവരെ കാരണം കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ളൊരു ഇതായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ കോച്ചിങ് ചെയ്തത്, ഞാൻ വലിയ എന്തോ സംഭവം ചെയ്യുന്നുണ്ട്, എപ്പോഴും ക്ലാസ് എന്ന് പറഞ്ഞ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ എന്ത് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് ഇവരെ അറിയുന്നില്ല. അപ്പം നമ്മുടെ ഗൈഡിൻ്റെ സെഷൻസ് തന്നെയാണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് ഓളെപ്പോഴും ക്ലാസ്സിലാണെന്നാണ് പറയുന്നത്, പക്ഷെ അവിടെ എന്താണ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് പോലും മനസ്സിലായിട്ടുള്ളത് ഇത്രയും കാലം ഞാൻ എന്ത് ചേഞ്ചാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്, എന്നെക്കൊണ്ട് എന്ത് പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ പറ്റുമല്ലോ എന്നുള്ളൊരു മൈൻഡിലേക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നിലൊരു പ്രൗഡാവുന്നൊരു മൊമെൻറ്റ്, ഞാൻ നിന്നിൽ ഭയങ്കര പ്രൗഡാണെന്ന് പറഞ്ഞ അവൻ അതല്ല എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതാവുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ, അവരിലേക്ക് ഇത്. അപ്പോഴാണ് നമുക്ക് ഉള്ളിൽ തന്നെ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കറക്റ്റ് ടൈമിന് ഇപ്പോൾ നമ്മൾ ഗൈഡിനെ കണ്ടുപിട്ടത് ഇവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സാധ്യമല്ല. അവിടെ എവിടെയെങ്കിലും മൂലയിൽ കിടക്കുന്നുണ്ടാവുമായിരുന്നു. ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അത്രയും എതിർപ്പുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ പാരൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം എന്താവാനാ, കുറേ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ട് എന്താവാനാന്നുള്ളത്. അപ്പം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇപ്പോൾ ഞാൻ ശരിക്കും വോയിസ് അയച്ചപ്പോഴും പറയണ്ടായിരുന്നു, എനിക്ക് കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെടും. അപ്പോൾ ഈ മറ്റൊരാളെ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ എടുത്താണെങ്കിൽ കുഴപ്പമില്ല, തെറ്റിയാൽ നമ്മൾ തന്നെ എടുത്തതാണല്ലോ എന്നുള്ളൊരു സംഭവമെങ്കിലും ഉണ്ടാവും. മറ്റത് മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ഭയങ്കര റിഗ്രഷൻ ആയിരിക്കും. ഞാനത് ചെയ്തില്ലല്ലോ, നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സംഭവം വരും. അപ്പം എനിക്ക് ചെയ്യാനുള്ളത് തന്നെ ചെയ്തിട്ട് പോവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അവള് തൻ്റെടിയാണ്, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളാണ്, ഇങ്ങനെ കയറി. പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പെടുക്കും ഇപ്പം ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം, നമ്മളതിന് മാത്രം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പീപ്പിൾ ആർ നോട്ട് പേഷ്യന്റ് ഇനഫ് ടു സ്റ്റേ ഇൻ ദ പ്രോസസ്. ആളുകൾക്ക് വേഗം റിസൾട്ട് വേണം എന്നുള്ള സമയത്ത് ഇപ്പൊ നിങ്ങളിപ്പോൾ പറഞ്ഞത് 2 പേരും പറഞ്ഞു നോക്കുമ്പോൾ യു ഹാവ് വെയിറ്റഡ് സോ ലോങ് അല്ലേ. അപ്പോൾ ഒട്ടും സപ്പോർട്ടീവ് അല്ല എന്ന് പറഞ്ഞു കൊടുത്തുന്ന ഹസ്ബൻഡിനെ എന്താ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഹസ്ബൻഡിനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നു. വേറൊരു സൈഡിൽ യുവർ ഫാമിലിൻ്റെ സംഭവമൊക്കെ പറയുമ്പോൾ ഇറ്റ് ടുക്ക് എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ടു റീച്ച് ടു ദാറ്റ് പോയിന്റ്. അപ്പം നമ്മൾ റഷ് ചെയ്യാതെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അവിടെ ചെയ്തുകൊണ്ടേ നിൽക്കാന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് പെട്ടെന്ന് റെഡി ആവണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് റെഡി ആയിക്കൊള്ളുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കണക്ട് ചെയ്യുന്നത് ചിലപ്പോൾ വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം. ഇവർ രണ്ടുപേരും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ചിലപ്പോൾ ഈസി ആയിരിക്കും. ഓരോരുത്തർ വരുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് ഉള്ള ആളെ പരിഗണിക്കണം. ഇവർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ഇവർക്കൊരു വിശ്വാസം കൊടുത്തിട്ട് വേണം മറ്റൊരാളെ റെഡിയാക്കി എടുക്കാൻ. ഇപ്പൊ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം ഇപ്പോഴുള്ളൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വൈഫായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു 50-50 എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡും വരുന്നുണ്ട്, ഒരു ഹസ്ബൻഡ്സും വരുന്നുണ്ട്. പക്ഷേ വൈഫ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് ഈ ഹസ്ബൻഡുമാരുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടുന്നുണ്ട്. ഒരൊറ്റ കോളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour ഞാൻ സംസാരിക്കും. അത് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരും കൂടി ഇതിലേക്ക് ജോയിൻ ആവും. കാരണം ഇവർക്കൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഈ ഹസ്ബൻഡുമാർ ചില ആൾക്കാർക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാര്യം തന്നെ അങ്ങനെയാണ്. കാരണം ഇവർക്ക് എന്താ പറയാൻ ഉള്ളത് എന്നുള്ളത് മറ്റൊരാൾക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് അത് ഇവരിൽ ബിൽഡ് ചെയ്യാനും നോക്കുന്ന അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു തരത്തിലല്ല, ഒരുപാട് തരത്തിലുണ്ട്. അപ്പം പല കേസസിലും വരുന്ന സമയത്തും വൈഫ് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനൊന്നും നിന്ന് തരൂല, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ഒറ്റവട്ടം എന്നെ ഒന്ന് വിളിക്കാൻ പറയുന്നു പറയും. ഒറ്റവട്ടം അതിന് ഞാൻ വേറെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും വാങ്ങാതെ ഈ ഒരു മെൻറ്ററിങ്ങിൽ തന്നെ ഞാനത് അവരെ വിളിച്ച് അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു റിയലൈസേഷൻ അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, കോൺഫിഡൻസ്. ബിക്കോസ് എനിക്കറിയാം ഈവൻ നമ്മൾ ഈ ഭാര്യമാർ ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. തൻ്റെ ഭാര്യ നന്നാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് നന്നാവണമെന്നുണ്ടെങ്കിൽ, ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവർ നന്നാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ അറിയാം, അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇത് സെറ്റായി പോകും എന്നുള്ളത് അറിയാൻ പറ്റും. ചില കേസ് വരൂല, ഹസ്ബൻഡ് വരാത്ത കേസസ് ഉണ്ടാവും. എന്നാൽ പോലും ഇവരിൽ ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് അവരൊരു ഹാപ്പിയിലേക്ക് മൊമെന്റിലേക്ക് എത്തുന്ന സമയത്തും
ഭയങ്കര ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് എൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുറച്ച് കാത്തു നിന്നാലും റിസൾട്ട് ഉണ്ട്, റെഡി ആവും, ഉറപ്പായിട്ട് റിസൾട്ട് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല എന്തൊരു സംഭവം നമ്മൾ മാറിയാ നമുക്ക് ചുറ്റുള്ളവർ മാറും, അത് ഷുവറാണ്. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ റിലേഷൻഷിപ്പിന്റെ കേസിൽ ആവുന്ന സമയത്ത് നമ്മളത് കുറച്ച് ടൈം എടുക്കണം. കാരണം നമ്മളായിരിക്കും റെഡി ആവുന്നുണ്ടാവുക, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചേഞ്ച് ആവുന്നില്ല. ഐ മീൻ അവർ നമ്മളെ സെഷനും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല. പക്ഷെ നമ്മളുടെ മാറ്റങ്ങൾ അവരിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരിലേക്ക് അത് ചെയ്ത് നോക്കുക, നിങ്ങൾ ഇന്ന രീതിയിലേക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് പെരുമാറി നോക്കുക, അപ്പം ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്തിട്ട് മാറ്റുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ചേഞ്ചസ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. കാരണം കണക്റ്റഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതും ആക്കുന്നതും. പക്ഷെ കുറച്ച് ടൈം എടുത്താലും ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് നമ്മളിലുള്ള മാറ്റവും അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ഒരു കോൺഫിഡൻറ്റും സൊല്യൂഷൻ നമുക്ക് കിട്ടി എന്നുള്ള 100% ഉറപ്പോട് മാത്രമാണ് അത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. കമ്മിങ് ബാക്ക് ടു നേരത്തെ നമ്മുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ സംസാരിച്ച പോലെ ഒരു വേർഡ് ഞാനൊന്ന് പിക്ക് ചെയ്യാണ്, മാനിഫെസ്റ്റേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബീങ് എ കോച്ച് എന്നുള്ളതിനെ കുറേ വർക്ക് ചെയ്ത്, കുറേ സ്ട്രഗിൾ ചെയ്ത്, കുറേ പണിയെടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിലും നിങ്ങൾ രണ്ടുപേരും അറിയാതെ, അല്ലെങ്കിൽ നമ്മളറിയാതെ ഒരു ഹിഡൻ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി രണ്ടുപേർക്കും ഉണ്ട്. അപ്പം ബീങ് എ കോച്ച് അതാണെങ്കിൽ പോലും എനിക്കറിയാം, ലുലുവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു, വേറെ ആരോ തലയിൽ കോച്ചായിട്ടുള്ള അവാർഡ് പിടിച്ച് നിൽക്കുന്നതിന് തല വെട്ടി ഒട്ടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. സോ ഹൗ മച്ച് ഡു യു തിങ്ക് മാനിഫെസ്റ്റേഷൻ വർക്ക്സ് ഫോർ യു? ആൻഡ് ബീങ് എ കോച്ച് അത് ഒരാൾക്ക് എത്രത്തോളം എന്താ പറയുക അവർ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കണക്കിനാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ലൈഫിൽ അച്ചീവ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ കോച്ച് ആവുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ടിട്ടുള്ള ആ ഫോട്ടോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ ഒരു ജേർണിയിലേക്ക്, ബീങ് എ കോച്ച് എന്ന് പറയുന്ന ജേർണിയിലേക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എലിമെന്റ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ട് ചോദിച്ചാൽ ഇത്രത്തോളം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, അതിൽ കൂടുതൽ അതുണ്ട്. കാരണം ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഇതെന്താ നടക്കാത്തേ, ഇതെന്താവാത്തേന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത് തവക്കുലാണ്. അതായത് നമ്മളത് ലെറ്റ് ഇറ്റ് ഗോ ആക്കുന്ന സമയത്താണ് അത് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ അത് കുറേ കാലം നിൽക്കണത്. ഞാൻ 1 ഇയർ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടാത്തത് എനിക്ക് 1 മന്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ ആ 1 മന്ത് ഞാൻ അത് നമുക്ക് മൈൻഡേ ചെയ്തില്ല. എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്തു, ബാക്കി എന്ത് നടന്നില്ല, എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇപ്പം അതിലേറ്റവും വലിയ എക്സാമ്പിൾ പറയാനുള്ളത്, എനിക്ക് എക്സ്പീരിയൻസ് പറയാനുള്ളത് GCTP ആണ്. ഇത്രയും പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഈ പേയ്മെൻറ്റ് സെറ്റാവാത്ത ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചത് നടക്കുമ്പോൾ നടക്കട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. അങ്ങനെ ഒരു ഫേസിൽ ഞാൻ എത്തിയ സമയത്ത് അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ. അന്ന് മുംസ് GCTP കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെയായിരുന്നു. അപ്പോൾ ആൾ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ GC കോച്ചിൻ്റെ ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ലൈസൻസ് കാർഡ്, അപ്പോൾ അവിടെ മുംസിൻ്റെ ഫോട്ടോ ഉള്ളെടുത്ത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ ഭംഗിയുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ താഴെ മുംസിൻ്റെ പേരുള്ളടത്ത് ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ പേര് ആക്കി വെച്ച് അതൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ എന്നും കാണുന്നിടത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് അത് എന്നുവെച്ചാൽ നടക്കട്ടെ ആ ഒരു മൈൻഡായിരുന്നു. അല്ലാതെ ഇത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ഇത് അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് നമ്മളത് ലെറ്റ് ഇറ്റ് ഗോ ആക്കണം. നമുക്കത് കിട്ടിയാലും പ്രശ്നമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കിട്ടിയാൽ നമുക്ക് സന്തോഷം, കിട്ടിയിട്ടില്ലെങ്കിൽ അതും നല്ലതിന്, അത്രേ ഉള്ളൂ. ആ ഒരു സമയത്താണ് എനിക്ക് ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുള്ളതും. ഞാൻ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നൊരു സാധനം അതാണ്. Beautiful. There is a quote which is when I run after what I want. Stress and anxiety ഒക്കെ എന്നെ ഇങ്ങനെ കാർന്ന് തിന്നോണ്ട് നിൽക്കായിരുന്നു. പക്ഷെ ഏത് പോയിന്റിലാണ് എനിക്ക് വേണ്ടത് എന്നാന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ സ്പേസിൽ കാം ആൻഡ് കൂളായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് എന്നെ വേണ്ടത് എന്നിലേക്ക് വന്നു എന്നുള്ളൊരു സംഭവം. ഇറ്റ് വാസ് വെൽ സെഡ്. ഷാനിന്റെ ലൈഫിലുണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ സ്റ്റോറീസ്? ഒരുപാടുണ്ട്, ഇനി ഒരുപാടുണ്ട്. ആക്ച്വലി പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദുബായിൽ പോയി എന്ന് പറഞ്ഞ സമയത്ത് അപ്പോഴാണ് ഞാൻ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കോഡ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോക്കായതുകൊണ്ട് തന്നെ
ഞാൻ റൂമിനേറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. 2-ാം തീയതി ആയിരുന്നു റൂമിനേറ്റ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 2-ാം തീയതി ആയിരുന്നു റൂമിനേറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. മറക്കൂല. 2-ാം തീയതി ആയിരുന്നു റൂമിനേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ എനിക്ക് എന്തായാലും ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ദുബായ് പോക്ക് വന്ന സമയത്തും കറക്റ്റ് 2-ാം തീയതി തന്നെ പോകണം എന്നുള്ള ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഇപ്പോൾ റൂമിനായിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് പോകാൻ പറ്റില്ല, അന്ന് തന്നെ എനിക്ക് ദുബായിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ആ എമൗണ്ട് നേരെ ലാമിക്ക് അയച്ചു കൊടുത്തു. ഞാൻ മാനിഫെസ്റ്റേഷൻ കൂടി ചെയ്യണം. സംഭവം ഞാൻ മാനിഫെസ്റ്റേഷൻ കൂടി ചെയ്യണം എന്ന് വിചാരിച്ചു. റൂമിനായിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളൊരു ലെവലിലായിരുന്നു നിന്നത്. പക്ഷെ ഞാൻ ഡയറക്റ്റ് അത് അയച്ചു കൊടുത്തു, ജോയിൻ ചെയ്ത് പോയി. അവിടെ എത്തിയതിന് ശേഷമാണ്, ദുബായിൽ എത്തിയതിന് ശേഷമാണ് പിന്നെ അത് ഈ ദുബായിൽ പോകുന്നത് തന്നെ എൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. പക്ഷേ അവിടെ എത്തിയപ്പം ആ മാനിഫെസ്റ്റേഷനും കൂടി ചെയ്ത സമയത്ത് എൻ്റെത് മൊത്തം പിന്നെ ഡബിളായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുക കിട്ടുക എന്ന് പറഞ്ഞൊരു രീതി. നമ്മൾ സെറ്റ് ഇറ്റ് ഫ്രീ ആക്കി വിടുക, ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ദുബായിൽ പോയതൊരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഒരു 1 month, ജസ്റ്റ് വേണമെങ്കിൽ പറയാം, ഒരു 1 month കറക്റ്റ് ഈ ദുബായിൽ പോകുന്നതും അൺഎക്സ്പെക്റ്റഡ്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ 2 കൂടി പോരി, ടിക്കറ്റ് ഫോട്ടോ അയച്ചിട്ടുണ്ടാ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ രാവിലെ എണീറ്റാൽ ഞാനിങ്ങനെ ഇപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന റൂം ഇന്ന രീതിയിലായിരിക്കും റൂം ഉണ്ടാവാം. ജസ്റ്റ് ഒരു ഡ്രീം. ഇപ്പോൾ മോൻക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഇപ്പോൾ അകത്തിരുന്ന് കളിക്കുന്നതിനേക്കാളും പുറത്തിരുന്നിട്ട്, അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ പുറത്ത് ഒരു ഗ്രൗണ്ട് ഇത് വേണം, ഒരു പ്ലേ ഗ്രൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്തെ ഒരു മണലായാലും മതി, അവൻ അവിടെ ഇരുന്ന് കളിച്ചോളൂ. അപ്പോൾ അതൊക്കെ വേണം. അങ്ങനെയൊക്കെയുള്ളൊരു റൂം ദുബായിൽ കിട്ടുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. എന്നാൽ പോലും അതൊക്കെ കിട്ടണം. അങ്ങനെ വേണം, എൻ്റെ കിച്ചൺ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ റൂം ഇങ്ങനെ ആയിരിക്കും. 2 മാസം നിൽക്കാൻ പോകുന്നത് ഫുൾ പ്ലാൻ. അതിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, വെറുതെ ഇങ്ങനെ അതിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് പോയി. ഞാൻ അവിടെ ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്ന സമയത്ത് ഞാനത് ഡ്രസ്സ് ഇടുന്ന കളർ വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന കളറുള്ള ഡ്രസ്സ് ഇട്ടായിരിക്കും ഞാനും മോനും പോകുന്നുണ്ടാവുക എന്നുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടായിരിക്കും പോവുക. പിന്നെ ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് ആലോചിച്ചത് ഞാൻ ബ്ലാക്ക് ഇട്ടാണല്ലോ വന്നത് എന്നുള്ളത്. ജസ്റ്റ് ഒരു സെറ്റ് ഫ്രീ ആണ്, ഞാൻ എന്തായാലും പോകും, ഞാൻ എല്ലാവരോടും പറയും ഞാൻ എന്തായാലും ദുബായിൽ പോകും എന്നുള്ളൊരു മൈൻഡിൽ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അന്നത്തെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന് ഒരു തരത്തിലും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസും ഇല്ലായിരുന്നു. അത്രയും നമ്മൾക്കുണ്ടാവില്ല, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അത് റിസ്ക് ആണെന്നുള്ള ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ മാനിഫെസ്റ്റേഷൻ ആ റിസ്ക് ഒക്കെ എന്നുള്ളതാണ്. അവിടെ എത്തി. ഞാൻ അവിടെ ഇറങ്ങിയത് മുതൽ പിന്നെ എനിക്ക് മൊത്തം മിറാക്കിളായിരുന്നു. കാരണം ഞാൻ തന്നെ ഇങ്ങനെ വണ്ടടിച്ചിങ്ങനെ നിൽക്കുക, പഠിച്ചവൻ ഇതൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ്റെ പവറാട്ടോ ഞാൻ പറയുന്നത്. നമ്മളത് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത് ജസ്റ്റ് സെറ്റ് ഫ്രീ ആക്കി വിട്ട് വെറുതെ നമ്മൾ തിങ്ക് ചെയ്താലും അത് നടക്കും. പക്ഷെ അത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. നടക്കൂല എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല, നടക്കുമെന്ന് ഒരു മൈൻഡോട് കൂട്ടിയിട്ട് ചെയ്യാൻ ഡൗട്ടോടെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ആ റൂം ഈവൻ അവിടേക്ക് എത്തിയ സമയത്ത് തന്നെ നമുക്കൊരു എന്താ പറയുക, വില്ല മോഡലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ മോൻക്ക് കളിക്കാനുള്ള എല്ലാ ഗ്രൗണ്ടും, മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മണല് ഗ്രൗണ്ട്, ഇങ്ങനത്തെ ഒരു പ്ലേ ഏരിയ, കിച്ചൺ ഈ ഒരു രീതിയിൽ, റൂമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശാന്തമായിട്ടുള്ളൊരു പ്ലേസ്. കാരണം ഈ ടൗൺ ഏരിയനേക്കാളും ഒരു ശാന്തമായിട്ടുള്ളൊരു പ്ലേസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര അതിനേക്കാളും എനിക്ക് പിന്നെ ഇതായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കൂടെ ജീവിച്ചിട്ടുള്ള വ്യക്തിയെ ആയിരുന്നില്ല. കാരണം ഞാൻ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് ആ വ്യക്തിയായിരുന്നു കണ്ടോണ്ടിരുന്നത്. നമ്മൾ ഇമാജിനറി ആയിട്ട് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കേൾക്കണ്ട, ഇമാജിനറി വരാം. നമ്മളിപ്പോൾ വെറുതെ ഡ്രീമിലാണെങ്കിൽ ഒരു ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഹസ്ബൻഡ് കാറിനൊക്കെ ഇറങ്ങി വന്നിട്ട് നമുക്ക് ഡോറൊക്കെ തുറന്നു തരുന്ന ഒരു ഇമാജിനറി മോഡൽ. ഈ സംഭവം അവിടെ എത്തി, ഈ ഇറങ്ങല്ലേ ഞാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഡോറ് തുറന്നിരുന്നു, എന്നെ ഇറക്കുന്നു അല്ലെങ്കിൽ ഇറങ്ങി വാന്ന് പറയുന്നു. ഈവൻ കെയറെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആണെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ, പബ്ലിക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാവാറുള്ളത്. അത് എനിക്ക് ഭയങ്കര ഹേർട്ടാകുന്ന കാര്യങ്ങളായിരുന്നു പണ്ടൊക്കെ. നമ്മളെ കൂടെ നടക്കാൻ ഇതാക്കാൻ ഇവിടെ കൈ വിടുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കൺട്രിയുടേതാണോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ചേഞ്ചസ് ആണോ എന്നുള്ളത് വരെ എനിക്ക് സംശയമായിപ്പോയി. ഞാൻ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നുള്ളത് സത്യമായിട്ടും. കാരണം ആ ഒരു ലെവലിലേക്ക് മൂപ്പര്, പക്ഷെ അൽഹംദുലില്ലാ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അപ്പം എൻ്റെ സ്വപ്നം ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ കൺട്രിയുടെ പ്രശ്നമൊന്നുമല്ല. കാരണം ദുബായിലൊക്കെ ഫ്രീഡം ആ ഒരു ഇതൊന്നുണ്ടല്ലോ, അതൊന്നുമല്ല. നാട്ടിലെത്തിയിട്ടും അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. ഭയങ്കര ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പം നമ്മളോട് സ്നേഹം ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമൊക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് ആ ഒരു ഇതാണ്. അപ്പം എന്താണോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായി, നമുക്കൊരു ഇതുപോലെ ഞാൻ കഥ പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി. ആ സംഭവം സെയിം ടു സെയിം അവിടെ പോയിട്ട് നടന്നു. ഇതിന്റെ ഒരു എസൻസും കൂടെ കണക്ട് ചെയ്തിട്ട് കോച്ചിങ്ങിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ചോദിക്കാണ്. വാട്ട് യു തിങ്ക് കോച്ച് ആയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ
ഹാപ്പി ആൻഡ് പ്രൗഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്കിപ്പോൾ ജേർണിയിൽ നോക്കുന്ന സമയത്ത്. അതിൽ ഇഫ് യു ക്യാൻ ചൂസ് വൺ തിങ്, അതെന്തായിരിക്കും ലുലുവിൻ്റെ ലൈഫിൽ? ഇപ്പം എൻ്റെ ലൈഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെ തള്ളി പറഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ എന്തെന്ന് ചോദിച്ച ആൾ, ഒരു കോച്ചായി ഇതിനാണ് പഠിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇതുകൊണ്ട് ഇപ്പം എന്താ ചോദിച്ച ആളുകളുണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് അവർ നമ്മളുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, അതിന് അത്രയും ഫീഡ്ബാക്ക്സ് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും ഓക്കെ ലുലു ഈസ് റൈറ്റ് എന്ന് ഇപ്പോൾ അവർ പറയുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാര്യം അതാ. അന്ന് നമ്മളെ അത്രയും തള്ളിപ്പറഞ്ഞ ആളുകൾ ഇന്ന് അവരതിനെ വളരെ ഭംഗിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ശരി എന്നുള്ളതിനേക്കാളും നമ്മളായിട്ട് ചൂസ് ചെയ്തെടുത്തിട്ടുള്ള പാത്തും അതിന്റെ റിസൾട്ടുകൾ ഇമ്പാക്റ്റുകൾ അവരെയും കൂടി അറിയിക്കാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ഗ്രേറ്റ്നെസ്. സൂപ്പർ വണ്ടർഫുൾ. നമ്മുടെ പാരന്റ്സ് തന്നെ ആ ഒരു പ്രൗഡ് മൊമെന്റ്, അവരുടെ കണ്ണിൽ ആ ഒരു പ്രൗഡ് മൊമെന്റ് കാണാൻ പാർട്ട്നേഴ്സിന്റെയും പാരന്റ്സിന്റെ ഒക്കെ മുന്നിൽ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഇതാണ്. പിന്നെ കോച്ച് ആയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്വന്തമായിട്ട് ഇത്തരത്തിലൊക്കെ ഏൺ ചെയ്തിട്ട് ഒരു ലെവലിലേക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ്, ഇങ്ങനൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. ജസ്റ്റ് ഇപ്പൊ ചെറുതായി തന്നെ നമുക്ക് വലിയ ആളാണെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന സാധനം ഒരു ജോലിയാണ്, ഒരു ഗവൺമെന്റ് ജോബ്. അതാണ് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു സാധനം. ഇപ്പൊ അവിടുന്ന് നമ്മളൊരു കമ്പനീന്റെ ഓണറാണ്. ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എന്തെങ്കിലും കണ്ടിന്യൂ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണ്ട? സോ അങ്ങനെയാണെങ്കിൽ വി ആർ ജസ്റ്റ് പോസിങ് എ മൊമെന്റ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എ റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഞാൻ ക്യൂക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിങ്ങൾക്ക് എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ട് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ റാൻഡം ആയിട്ട് ഫസ്റ്റ് വരുന്ന തോട്ട് മാത്രം ഷെയർ ചെയ്യും. സോ ആദ്യം ആർക്കും പറയാൻ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഡു വെൻ യു ഫീൽ റിയലി സ്ട്രെസ്ഡ് ഔട്ട്? ജേർണലിംഗ്. യു ജസ്റ്റ് ജേർണൽ ഔട്ട്. ഓക്കെ, ഷന? റിലാക്സ്ഡ് സോങ് എന്തെങ്കിലും കേൾക്കും, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കും. കാരണം സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ചുറ്റിലൊക്കെ ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കും കൂടി സ്ട്രെസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കും. എൻ്റെതായിട്ടുള്ള ഒരു റൂമുണ്ട്, എൻ്റെ ഒരു ഓഫീസ് പോലെ ഞാൻ റൂമാക്കി എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടിരിക്കും. റിലാക്സ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക്കോ സോങ്ങോ എന്തെങ്കിലും ഒന്ന് കേൾക്കും. കാമായിട്ടിരിക്കും. ഞാൻ എന്താണ്, എൻ്റെ പൊസിഷൻ ഇപ്പം എന്താണ്, ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ സെൽഫ്, ഞാൻ എന്നെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യും. നീ ഈവൻ അവിടെ ഇപ്പോൾ ഒരു സ്ട്രെസ്ഡ് ആകുമ്പോൾ അവിടെ നിൽക്കേണ്ട ആളല്ല, അതിനേക്കാളും കടന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കാര്യമാക്കണ്ട, ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. One book that you would suggest to a beginner regarding self development കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട്? ഞാൻ രണ്ടെണ്ണം പറയാം. ഞാൻ ഫസ്റ്റ് വായിച്ച ബുക്സ് ആണ് കേട്ടോ രണ്ട്, സീക്രട്ട് ആൻഡ് ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഞാൻ ഫസ്റ്റ് ഞാൻ മൈൻഡ് പവറും കാര്യങ്ങളൊക്കെ അറിയുന്ന മുമ്പ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. എനിക്ക് തോന്നുന്നു ഞാനും ജേർണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ഗൈഡ് നമ്മളോട് ആദ്യം ബിഗിനിങ്ങിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്സിൽ രണ്ടെണ്ണം. എനിക്ക് ഇതുവരെ പറ്റാത്തൊരു സംഭവമാണ്. നോട്ട് ജസ്റ്റ് ബുക്ക്, ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് ദ ലേണിംഗ്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി ബുക്ക് എന്നുള്ളത് ഒരു സോഴ്സ് ആണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളോട് നമ്മൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓൾറൈറ്റ്, വാട്ട് ഫെയിലിയർ ടോട്ട് യു ദ മോസ്റ്റ്? എന്ത് ഫെയിലിയർ ആണ് ലൈഫിൽ എന്നെ വല്ലാത്തൊരു പാഠം പഠിപ്പിച്ച ഒരു മൊമെന്റ് ആണത് എന്ന് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നുമില്ലേ? ബ്രേക്കപ്പ്. ഒരു മ്യൂസിക് ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്നൊക്കെ പറയില്ലേ നമ്മള്? അതൊരു വേക്കപ്പ് കോൾ തന്നെയായിരുന്നു. അതെ അതെ ഷുവർ ഷുവർ. ഓക്കെ, ആളോട് താങ്ക് യു. ആളെന്റെ ഹസ്ബൻഡാണ് ഇപ്പൊ. ഹീസ് ദ സപ്പോർട്ടിങ് സിസ്റ്റം ഫോർ മീ. അത്രയും ഇന്നിവിടെ എത്താന് ആളാണ് ഒരു റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്നിവിടെ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത് ആളുടെ അത്രയും പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ടാണ്. അന്നാൾ ബ്രേക്കപ്പ് ആക്കിയതും ഞാൻ അത്രയും താങ്ക്സ് പറയുന്നു. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ കണ്ടുപിടിക്കില്ലായിരുന്നു. അതെ, ആളെന്നെ ചെയ്തിട്ട് ഞാനായിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചൊന്നുമില്ല. ഫെയിലിയർ ആയിട്ടൊന്നുമില്ല, നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതൊരു ഫെയിലിയർ ആയിട്ടല്ല, ചില അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ പരസ്പരമായിട്ടുള്ള അതന്നെ ഫെയിലിയർ ആയിട്ടൊന്നും.
What did you want to become when you were a 10-year-old kid? 10 വയസ്സുള്ള ആ കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ എന്തായിരുന്നു ആ കുട്ടിക്കാവേണ്ടത്? എട്ടുംപൊട്ടും തിരിയാത്ത പ്രായം. അന്ന് എന്തായിരുന്നു ആവണ്ടേന്ന്? എന്തായിരുന്നു ആഗ്രഹം? വൈൽഡ് ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം. ഒരു 10 വയസ്സായ സമയത്ത് എനിക്ക് 10ാം ക്ലാസ് വരെ ഞാൻ ഡോക്ടർ ആവുന്നായിരുന്നു പറഞ്ഞത്. ഞാൻ എന്നിട്ട് പോയി കമ്പ്യൂട്ടർ സയൻസ്. +1 സയൻസ്. ഞാൻ 5ാം ക്ലാസ് വരെ നേഴ്സ് ആയിരുന്നു. പിന്നെ 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ സൂചി കുത്തണ്ടവരല്ലോ എന്ന് പേടിച്ചിട്ട് 10th വരെ പിന്നെ ഡോക്ടർ ആകുമ്പോഴും കീറി മുറിക്കേണ്ടവരും എന്നൊക്കെ പറയണത് അതൊന്നും അപ്പൊ മൈൻഡിലില്ല. ഒരു 10 വയസ്സായ സമയത്ത് എനിക്ക് നഴ്സ് ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും ഇതും എവിടെ കിടക്കുന്നുണ്ട്. അല്ല, അതിൽ വേറൊരു വേർഷൻ നോക്കുകയാണെങ്കിൽ അതിലും ആളുകളെ അതിന് മറ്റൊരു വേർഷൻ മെന്റൽ ട്രെയിനിൽ നമ്മൾ ചെയ്യുന്നു. സോ അറിയില്ല. വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് ഹാബിറ്റ് ഫോർ പീപ്പിൾ ടു മെയിൻറ്റെയിൻ? ആളുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഹാബിറ്റ്. വാട്ട് ഡു യു തിങ്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവില്? ഹാബിറ്റാണ് അതൊരു, എന്നെ സംബന്ധിച്ച് ഞാൻ കൺസിസ്റ്റൻസി എന്ന് പറയും. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പലപ്പോഴും അത് കീപ്പ് ചെയ്ത റിസൾട്ട് എന്തായാലും അതൊരു ചിലപ്പോൾ ഒരു വളരെ കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ നമ്മളതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോയാൽ ഭയങ്കര വലിയ റിസൾട്ട് അതിൽ സംഭവിക്കും. പക്ഷെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വലിയ എന്തൊക്കെയോ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല, ഒന്നുമില്ല. ആൻഡ് ഓൾസോ ട്രസ്റ്റ്, കൺസിസ്റ്റൻസി. നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല നമുക്ക് ചേഞ്ച് ആവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ഏതൊരു ആളെ ആ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. നമ്മളെ അത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇത് ഓക്കെ ഇത് ശരിയാവും, ഡൗട്ട് പറഞ്ഞ് വിളിക്കരുത്, അതൊക്കെ റെഡി ആവോ, നിങ്ങൾക്ക് എടുക്കുന്നത് ശരിയാവണോ, ജെന്യുവിൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഇവൻ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും എത്ര അവർക്ക് റിസൾട്ട് ഇവൻ ഉണ്ടാക്കി കൊടുത്ത് പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അവർക്കൊരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റർ ആൻഡ് പലർക്കും സെൽഫ് സ്പേസിൽ നിൽക്കുന്ന സമയത്തുള്ള അവർക്കുള്ള സെൽഫ് ഡൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ അതിനും പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ മാജിക് can happen. All right, fine. What is the biggest enemy of a person? എനിമി ഞാൻ പറയുന്ന സെൽഫ് ഡൗട്ടാണ്. എനിമി ആസ് എ പേഴ്സൺ. ഒരു വ്യക്തിക്കുള്ള ഒരു ബിഗ്ഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ലവ് തന്നെയായിരിക്കും. സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം ലോ ആയിട്ടിരിക്കുന്നതായിരിക്കും. What do you think? അത് കറക്റ്റ് ആവണമെന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്ലയൻസ് വരുന്നത് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം ജീവിതത്തെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്ക് സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അത്രയും അനുഭവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ അത്രയും അവരുടെ ലൈഫിൽ നമുക്ക് നമ്മളിൽ വിശ്വസിക്കാൻ തീരെ ഇല്ലായിരുന്നു. അത് കോച്ച് ആവുന്നതിന് മുമ്പ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കണ്ണാടി പോലും എന്നെ നോക്കാൻ എനിക്കൊന്നും ഫോട്ടോ എടുക്കണത് ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് ഫോട്ടോ എടുക്കണ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്റെ മൈൻഡിലാ ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോയിൽ കാണാൻ തീരെ കൊള്ളില്ല, അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളാ. അങ്ങനെ ഒരു സാധന ആ സ്ഥാനത്ത് ഇപ്പൊ എത്രയോ ഫോട്ടോസ് എടുക്കുന്നു, എവിടെ പോയാലും ആർക്കും ഒരു സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ. Alright, and see you sitting in front of camera. What is happening? Alright. So, one value a coach should never compromise. What do you think? Is that one value? Or coach ഒരിക്കലും compromise ചെയ്യാൻ പാടില്ല? Self-respect. Okay. Why do you think so? ബിക്കോസ് നമുക്ക് തന്നെ ഒരു വാല്യൂസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂല. ദ ഫസ്റ്റ് തിങ് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂസ് നമ്മൾ കൊടുക്കണം. ഈവൻ ഞാൻ എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആസ് എ കോച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു വില അല്ലെങ്കിൽ നിന്നെക്കൊണ്ടൊന്നും പറ്റൂല, എന്നെ അല്ലെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ആരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യൂല. അവർക്കൊരു ഇതില്ല. സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുണ്ടായി അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ എൻ്റെ പിന്നാലെ വന്നോളൂ. കാരണം നമ്മളെ കയ്യിൽ സാധനം ഉണ്ട്, അപ്പോൾ ഇത് പുറത്ത് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു റെസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് നമ്മളോടുള്ളൊരു വാല്യൂസ് ഉണ്ട്. ഞാനാണെന്നുള്ള ഹു ഐ ആം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാൻ ആരാന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ ആസ് എ കോച്ച് എന്നുള്ള നിലക്ക് രക്ഷപ്പെടാൻ പറ്റും. അതന്നെ എനിക്കും തന്നെ പറയാനുള്ളത്. നമ്മളുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ പിന്നെ അടിപൊളി. ഇപ്പം ഞാൻ GCT സത്യം പറയാന്നുണ്ടെങ്കിൽ GCTP കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അല്ലേ എന്നുള്ളതൊരു സംഭവം ഞാൻ തിരിച്ചറിയുന്നത്. അതെ, ഇല്ലല്ലോ, സീരിയസ്ലി ആലുലു അല്ലേ. ഇപ്പം എന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾ, ഇപ്പം ഞാനൊരു +2 വരെ പഠിക്കുന്ന സമയത്ത് ആളുകളോട് ചോദിച്ചാൽ അറിയാം. പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ ശരിക്കും ഇത് നമ്മളെ ലുലു തന്നെയാണോ ശരിക്കും ഒരു പറയും. കാരണം അപ്പോൾ
നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അങ്ങനെ ഒരു സംഭവം. എന്തൊക്കെയോ സാധനങ്ങളെ കൊണ്ട് അത് മറിച്ച് വെച്ച് കിടക്കുകയാണ്. അപ്പം അതിനൊന്ന് റിലീസ് ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളുടെ വാല്യൂസും ഒക്കെ ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുക, അത്ര തന്നെ. ഓക്കെ, ബിഗ്ഗസ്റ്റ് ചാലഞ്ച് യു ഫേസ്ഡ് ആസ് എ കോച്ച്? ക്ലയൻസ് ക്ലോസ് ആവുന്നുള്ളത് ഭയങ്കര റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ആയിരുന്നു ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് ഓവർകം ചെയ്തത്? ഈവൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇറങ്ങിയാൽ പണിയെടുത്താൽ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസും എന്നെയും ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ആസ് എ ക്യാമറൻ്റെ മുന്നിൽ എന്നെ ഭംഗിയുണ്ട് കാണാൻ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് ഈവൻ എൻ്റെ ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഞാൻ സംസാരിച്ചാൽ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം പണ്ട് മുതലേ പറയാറുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, സ്പീഡിലാണ് സംസാരിച്ചത്. എനിക്ക് പെട്ടെന്ന് സംസാരിക്കണം, കുറേ സംസാരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. എന്നെ ആൾക്കാർ കേട്ടിരിക്കണം, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നോക്കിയിട്ട് അത് കേൾക്കണം എന്നുള്ളൊരു വാശിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പറയും സ്പീഡിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. കാരണം എൻ്റെ ഒരു നേച്ചർ അങ്ങനെയായിരുന്നു. എന്നോട് സെയിം ചോദിക്കുന്നത് പറയുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറെ അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ ഞാൻ സൈലന്റ് ആയി, കുറേ കാലം ഞാൻ സൈലന്റ് ആയിരുന്നു. പക്ഷെ എന്നെ അതിൽ നിന്ന് പുറത്തേക്ക് അടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എല്ലാ അഡ്വൈസും തരുന്ന ഷഹന ലുക്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ ഷാന്താനോട് ചോദിച്ചു, ഷാന്താൻ്റെ സംസാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാനിങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ സ്പീഡ് കൂടുന്നു, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാൻ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടോ എൻ്റെ സംസാരത്തിൽ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഓക്കെ ആണ്, ഞാൻ നല്ലോണമാണ് ഇവരോട് സംസാരിക്കുന്നത്, പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് സംസാരിച്ചോ, നിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം വരും ആൾക്കാർ, അപ്പം നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇപ്പം എന്നെ ഓരോ ആൾക്കാർ കണക്ട് ചെയ്യുന്ന സമയത്ത് മാമിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര എനർജി കയറിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് കണ്ടിട്ട് മാമിൻ്റെ സംസാരം കേട്ട് തന്നെ എന്നും ഡെയിലി ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഓരോ എനർജിയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ പണ്ടത്തെ ഞാനാണ് അത് പണ്ട് അതേ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ ഉള്ളിലുള്ള ആ ഒരാളെ ഞാൻ പുറത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ അത് സംസാരിക്കാൻ മുന്നിലേക്ക് വന്നു. ഓക്കെ, എന്നെ ആക്സെപ്റ്റ് ചെയ്യാത്ത ചിലപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം മേ ബി. പക്ഷെ ഇത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് ഞാൻ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ സംസാരമല്ല പ്രശ്നം, ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. നമ്മള് റൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഡയമണ്ടിന്റെ വെറുതെ സാധാ മാർക്കറ്റിൽ പോയിട്ട് സെയിൽ ചെയ്യണം, നമ്മളെ വാല്യൂ മനസ്സിലാക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. What do you think what is the biggest challenge that you faced as a coach? ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസിയാ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിമ്പിളാണെങ്കിലും ചെയ്തിക്കണെന്നുള്ളൊരു സാധനം മൈൻഡിന് കൊടുക്കും. ചെയ്യാണ്ടിരിക്കാത്തതിന് പകരം എന്തെങ്കിലും ചെറിയ കാര്യം ഇപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസി ഇല്ലാണ്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരെ മടിയാണ്. ഇത് ചെയ്യാണ്ടിരിക്കാനുള്ളൊരു സംഭവം വരാം. അപ്പോൾ ആ സമയത്ത് നമ്മളെ മനസ്സിന് സെൽഫിനൊരു സംഭവം കൊടുക്കണമല്ലോ, ഇത് ചെയ്തിക്കണം എന്നുള്ളൊരു സാധനം. അതിന് വേണ്ടിയിട്ട് ചെറുതെന്തെങ്കിലും ചെയ്യും. അതിങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് സെൽഫിനൊരു ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകും കാര്യം. ചെറുതായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ഗ്രേറ്റസ്റ്റ് അപ്രിസിയേഷൻ യു ഗോട്ട് ആസ് എ കോച്ച്? ഒരു സൈഡിൽ നമ്മൾ ചലഞ്ച് പറഞ്ഞു, ഇനി നമ്മൾ കോച്ചായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു അപ്രിസിയേഷൻ, വാട്ട് ഈസ് ഇറ്റ്? എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയതായിരുന്നു ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ പ്രൗഡാണ്, ഭയങ്കര പ്രൗഡാണെന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. കാരണം കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ഈ ലോകത്ത് ആര് പറഞ്ഞില്ലെങ്കിലും മൂപ്പരെടുത്ത് കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, സപ്പോർട്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്കൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാവില്ല, മറ്റുള്ളവർ പറയുമ്പോൾ എൻ്റെ മോൾ ഇതാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരിതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് എന്താ പറയുക, പുറത്തുനിന്ന് നമ്മളെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് സെഷൻ എടുക്കാനൊക്കെ ഓൺലൈനായിട്ട് കൂടുതലും എന്നെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ട് അവർ നമ്മളെ വിളിക്കുന്ന ആ സെഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അവർ അത്രയും ആ ഒരു സ്ഥാനം നമുക്ക് തരുന്ന സമയത്ത് ഈവൻ അവർ നമ്മളോടിപ്പം ഭയങ്കര അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് അടിക്കാതാക്കിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു അവരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളൊരു സംഭവം. എനിക്ക് ഇതേപോലെ എൻ്റെ ഹസ്ബൻഡ് ഏറെക്കുറെ ഇങ്ങനെ അപ്രിസിയേഷൻ കാര്യങ്ങളുള്ള ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാരണം എൻ്റെ പേരൻസ് കുറേ വേദനിച്ചിട്ടുണ്ട്.
അതായത് അവരെ മറ്റുള്ളവർ കുറേ ഇപ്പം എന്തൊക്കെ ആയാലും എൻ്റെ പാരൻസ് ഞാൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അതിനോട് അവർ അക്സെപ്റ്റഡ് അല്ലെങ്കിലും അത് ചെയ്യരുത് എന്ന് ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോയിക്കോ, പക്ഷെ ഒരിക്കലും അത് ഇഷ്ടം ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് അവരെ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിലൊക്കെ അവരെ കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആ കുറ്റപ്പെടുത്തിയ ആളുകളോട് അവർ പറയാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയുന്ന സമയത്ത് അവർ ഭയങ്കര പ്രൗഡാവും. അപ്പോൾ ഇന്ന് രാവിലെ കൂടെ ഉമ്മ എനിക്കൊരു വോയിസ് അയച്ചു, ഞാൻ എന്തിനാ അപ്പോൾ അങ്ങനെ ചിന്തിക്കണേ, ഞാൻ അത്രയും അഭിമാനിക്കണം എൻ്റെ കാര്യം, ഞാൻ എന്തോ വെറുതെ തമാശക്ക് പറഞ്ഞതാ, ഞാൻ അങ്ങനല്ല, എൻ്റെ കാര്യത്തിൽ എനിക്ക് അഭിമാനമാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഒരു സംഭവം കിട്ടി. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന പാരൻസും ഈവൻ പാർട്ട്ണറൊക്കെ, ദാറ്റ്സ് സംതിങ് ഗ്രേറ്റ്. നിങ്ങളുടെ കോച്ചിങ് റോൾ മോഡൽ ആരാണ്? വൺ തിങ് ദാറ്റ് യു ഗൈഡിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാവാൻ ചിലപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ അതെ അത് എങ്ങനെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നത് എൻ്റെ ജീവിതത്തിൽ എന്താ കോച്ച് എന്ന് പറഞ്ഞത് തന്നെ ഗൈഡിൽ നിന്നാണ്. ഈവൻ നമ്മൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. GC സ്റ്റാർട്ട് ചെയ്ത മുമ്പിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു എൻ്റെ ലൈഫ് ജേണിയിൽ GC ഗൈഡഡ് ടോക്കിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫ് ഇതിൽ പറയുന്നത്. ഞാനിങ്ങനെ ആ GC കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഒരു 5 days സെഷൻസ് ഉണ്ട്. അത്രയും കാലം കുറേ വർഷങ്ങളായിട്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്താണ് രക്ഷപ്പെടാൻ പറ്റാത്തത്, എനിക്ക് എന്താ സന്തോഷിക്കാൻ പറ്റാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിട്ട് എവിടെ പോയിട്ട്, കാരണം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഒരുപാട് സൈക്കോളജിസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും കൗൺസിലേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്പേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ആ ഒരു ഫീൽഡ് റെമഡിയൽ ടീച്ചിങ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ നമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുന്നൊന്നും എനിക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാമിൻ്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്, ലാമിനെ വിളിച്ചിട്ട് ലാമിൻ്റെ അടുത്ത് ഒരു ദിവസം 15 മിനിറ്റിൻ്റെ മീറ്റിംഗ് ഞാൻ 1 മണിക്കൂറൊക്കെ അതിനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പിറ്റത്തെ ദിവസമാണ് ഗൈഡ് ടോക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഗൈഡഡ് കോഡ് തുടങ്ങുന്നത്. അതിലിരുന്നു ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു മനുഷ്യന് എൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണല്ലോ ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. ഈവൻ ഞാൻ പോലും അറിയാം, ഞാനന്ന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്, മോനെ വെച്ചിട്ട് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ ഒരു 2-3 മണിക്കൂർ ഇരുന്നതേ ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ എനിക്ക് ആ ഒരു സാധനം ഉണ്ട്, അന്ന് കയറിയതാണ് തലയിൽ. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു he was the answer to all your questions. അതെ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മള് ഒരു കുറേ സംഭവങ്ങൾക്കപ്പുറം കൂടുതൽ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഞാനതിപ്പോൾ റീസെൻ്റ്ലി റിയലൈസ് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 2-3 കമ്പനീസിൽ ഞാനിങ്ങനെ സെഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സെയിൽസിലൊക്കെ അവർക്ക് സെഷൻസ് കൊടുക്കുന്ന സമയത്ത് അവരോട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ കമ്പനീൻ്റെ പർപ്പസ് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വിഷൻ ചോദിക്കും. ഈ വിഷനെ എങ്ങനെയാണ് നിങ്ങൾ ആസ് എ പേഴ്സൺ, നിങ്ങൾ ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഒറ്റൊരാൾ പോലും എനിക്കതിന് ആൻസർ ചെയ്തിട്ടില്ല. അപ്പം നമ്മളൊരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം മറ്റെന്തിനെക്കാട്ടിലുപരി ആ ഒരു പർപ്പസ് നമ്മളെ ഉള്ളിലുണ്ട്. അത് എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു മാജിക്കൽ ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള സാധനം എനിക്ക് ഗൈഡിൻ്റെ അടുത്തുനിന്ന് കിട്ടിയൊരു വലിയൊരു മെസ്സേജാണ്. പെർഫെക്റ്റ്, ഗോട്ട് ഇറ്റ്. അപ്പോൾ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻ ത്രൂ യു ദാറ്റ് യു സ്റ്റിൽ റിമെമ്പർ. ഒരു വളരെ അടിപൊളിയായിട്ട് നമ്മൾ ത്രൂ ആളുകൾ മാറ്റി സംഭവിച്ചിട്ട് ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും മുമ്പ് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? സ്റ്റോറി ഇൻ ദ സെൻസ് ഏതെങ്കിലും ഒരു മൊമെന്റ്. നമുക്കുണ്ടായ മാറ്റമാണോ അല്ലെങ്കിൽ ക്ലയൻസിനുണ്ടായത്? ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം ഞങ്ങൾ ത്രൂ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു മനുഷ്യൻ്റെ ഒരു മാറ്റം 45 വർഷത്തെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചേഞ്ചസ്, അത് ഏറ്റവും ഒരു ഇതായിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അനുഭവിച്ചിട്ടുള്ള അതേ സെയിം തിങ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അവർക്ക് ഈ ഒരു സെയിം ഞാൻ ചിലപ്പോൾ 1-2 വർഷം എടുത്തിട്ടാണ് എൻ്റെ റിലേഷൻഷിപ്പിനെ ഞാൻ ബെസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ വിത്തിൻ 1 month or 2 months കൊണ്ട് അവരിൽ എനിക്ക് ഇപ്പോൾ ചേഞ്ചസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ സത്യം പറഞ്ഞാൽ ടൂൾസുകൾ കൂടുതൽ ഞാൻ കൊടുക്കുന്നില്ല, എൻ്റെ സംസാരം കൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത്. അതായത് അവരുടെ ഉള്ളിലേക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളത് അതെനിക്കറിയില്ല. ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്നെ കേൾക്കാൻ ആളുണ്ട്. ഞാൻ കുറേ സംസാരിക്കും എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ടൂൾസും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വർക്കായിട്ടുള്ള 2-3 ടൂൾസ് ഉണ്ട്. അതിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. സ്റ്റിക്ക് ഓൺ അതിലാണ് കിടക്കുന്നത്. അതിലെനിക്ക് 100% റിസൾട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വന്നു, ഒരു 23-24 വയസ്സായിട്ടുള്ളൂ, മാരേജ് കഴിഞ്ഞതാണ്, 8 months ആയിട്ടുള്ളൂ. അപ്പം ഇവർ ഡിവോഴ്സ് ആവുക എന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത്.
ബിക്കോസ് ഹസ്ബൻഡും ഇവളും തമ്മിൽ ഇടയിൽ ഇൻലോസ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. പക്ഷേ ഹസ്ബൻഡ് ഒരു ഉമ്മമോനായതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ഇതൊരിക്കലും റെഡി ആവില്ല എന്ന് പറഞ്ഞാൽ കുട്ടി ആകെ ടയേർഡായിട്ട് ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്നെ വിളിക്കുന്നത്. എവിടെ പോയിട്ട് ഒരു റിസൾട്ട് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിലൊരു എന്തോ ഒരു എനർജി, ഒരു സ്പാർക്ക് കിട്ടിയിട്ടാണ് അവൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവൾ വിളിച്ചു, അവൾക്ക് ഞാൻ മെൻറ്ററിങ് കൊടുത്തു. ഇപ്പം ആ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഇപ്പം ആ ഒരു മോന് തന്നെ ഉമ്മാൻ്റെ തെറ്റുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളെ മാത്രമേ മാറ്റിയെടുത്തിട്ടുള്ളൂ. അവളുടെ ആ ഒരു കാഴ്ചപ്പാടും ഒരുപാട് അസുഖങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരാനുള്ള സമയം തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഇപ്പം അവൾക്ക് എന്ത് അസുഖം എന്നുള്ളത് അവൾക്ക് നോർമൽ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം അവൾക്ക് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മെൻ്റലി ഞാനും അതേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, എനിക്കറിയാതെ. അപ്പോൾ അത് അവൾക്ക് കണക്റ്റഡ് ചെയ്യാൻ പറ്റി. ഇപ്പം ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി എപ്പോഴും വിളിക്കുക, എപ്പോഴും മെൻറ്ററിങ് ഒക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഓരോ ഹാപ്പി മൊമെന്റ്സ് പറഞ്ഞിട്ട് അവൾ വിളിച്ചുകൊണ്ടിരിക്കും. അത്രയും പിരിയ എന്ന് പറഞ്ഞിട്ട് ആ ലെവലിൽ നിന്നിട്ടുള്ള ഇവരിപ്പം ഇനി ഒരിക്കലും പിരിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയൂലേ, അതൊക്കെ ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു. സോ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ടു യു ബോത്ത്. നിങ്ങൾ കോച്ചിങ് എന്നുള്ളതിനെ സ്വപ്നം കാണുന്ന, അതിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പോഴും പല കോച്ചസിനെയും കണ്ടിട്ട് ഇതുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. വാട്ട് ഈസ് യുവർ ഫൈനൽ മെസ്സേജ് ടു ദം? സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. അല്ല, ഒരു കോച്ച് ആവണം എന്നുള്ള ഞാൻ ഇപ്പൊ ഇവിടെ ലുലു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോച്ച് ആവണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനൊന്നും കോച്ചായിട്ടുള്ളത്. അത് നമ്മുടെ പ്രോബ്ലംസ് ആണ് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാരെ എൻക്വയറീസ് ഇൻസ്റ്റയിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതോ നാട്ടിലുള്ള കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാം എങ്ങനെയാണ് ഇങ്ങനെ ആയത്, എനിക്കും ഇങ്ങനെ ആവണം, എനിക്ക് ഇതാവണം എന്നുള്ളത്. നമ്മൾ എന്താ പഠിച്ചത്, ഏത് രീതിയിലാണ് പഠിച്ചത്, എത്ര ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നമുക്ക് ഇപ്പം നമ്മളൊക്കെ പ്രോബ്ലത്തിലൂടെയാണ് വന്നതെന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ലല്ലോ. എല്ലാവരും യങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ കോച്ചസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോടൊരു വാല്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോച്ചിങ്ങിലേക്ക് ഇറങ്ങിക്കോ. കാരണം നമുക്ക് ഇപ്പം ആസ് എ ഒരു ലൈഫിൽ ഇപ്പോൾ കോച്ച് എന്ന് പറയുന്ന റെക്കഗ്നേഷൻ മാത്രമല്ല, നമുക്ക് ഏണിങ്ങിലാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും അത് ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോച്ചിങ്. ചെയ്യുന്നതിലും നമ്മൾ ഭയങ്കര എൻജോയ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. നമുക്ക് ഭയങ്കര ബാക്കിയുള്ള ഇതിന്റെ പോലെ ഭയങ്കര സ്ട്രെസ്സോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു, കീപ് ഡ്രീമിംഗ് എന്നുള്ളത്. ഡ്രീം ചെയ്തുകൊണ്ടേ നിൽക്കാം, സെൽഫിനെ ട്രസ്റ്റ് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് എന്താണ് സ്വപ്നം കാണുന്നത് അതെനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. രണ്ടുപേരും ഒരുപാട് പ്ലാൻസും ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ദിസ് ടേക്ക് യു മിനി ജേർണി, ഇനിയും നിങ്ങളെ മുന്നോട്ടേക്ക് ഒരുപാട് ഗ്രോത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ടു യു. ആൻഡ് വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് our today's insights. Thank you so much for watching. See you.